പോത്തീസ് സ്വർണ്ണമഹൽ സ്വർണ്ണവർഷം brought to you by പോത്തീസ് സ്വർണ്ണമഹൽ, സമൃദ്ധിയുടെ പരിപൂർണത. പെൺകുട്ടികളുള്ള വീട്ടിൽ ആനന്ദത്തിന് കുറവേയില്ല. അവിടെ എപ്പോഴും ചിരിയും സന്തോഷവും അലയടിക്കും. ഞാനും 3 പെൺകുട്ടികളുടെ അച്ഛനാണ്. അവർ പലതരത്തിലുള്ള ആഭരണങ്ങൾ അണിഞ്ഞ് ആഹ്ലാദിക്കുമ്പോൾ എന്റെ മനസ്സും നിറയും. ഇപ്പോൾ ഞാൻ ആ അച്ഛൻ മാത്രമല്ല, തിരുവനന്തപുരത്തെ പോത്തീസ് സ്വർണ്ണമഹലിന്റെ ഉടമയായിട്ടാണ് ഇത് പറയുന്നത്. ഇവിടെ ഞങ്ങൾ നിങ്ങൾക്കായി നൽകുന്നു ബ്യൂട്ടിഫുൾ ഡിസൈൻസ്, പ്യുവർ ക്വാളിറ്റി, റീസണബിൾ പ്രൈസ്. ഈ ആഹ്ലാദവും ഐശ്വര്യവും നിങ്ങളുടെ വീട്ടിലേക്കും കൊണ്ടുപോകൂ. പോത്തീസ് സ്വർണ്ണമഹൽ, സമൃദ്ധിയുടെ പരിപൂർണത. everyone and welcome to പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷം. സ്വർണ്ണവർഷത്തിൻ്റെ ഇന്നത്തെ ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാ ACB വ്യൂവേഴ്സിനും സ്വാഗതം. അപ്പോൾ വീണ്ടും ഒരു വീക്കെൻഡ് എത്തിയിരിക്കുകയാണ്. സൺഡേ മെയ് 4 അപ്പോൾ എല്ലാവരും ഹാപ്പിയായി നിങ്ങൾ ഈ സ്വർണ്ണവർഷത്തിൻ്റെ ഭാഗമാകാൻ തയ്യാറായി കഴിഞ്ഞു എന്ന് തന്നെ വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ പ്രോഗ്രാം എന്താണ്, നമ്മുടെ ഗെയിം ഷോ എന്താണ് നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ്. എങ്കിലും നമ്മുടെ പുതിയ വ്യൂവേഴ്സിന് വേണ്ടി കോൾ ചെയ്യാൻ പോകുന്നവർക്കൊക്കെ വേണ്ടിയിട്ട് വളരെ ചുരുക്കി ഞാനൊന്ന് പറയാം. പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷം എന്ന് പറയുന്ന ഒരു നമ്പർ ഗെയിമാണ്. നിങ്ങൾക്ക് ഇവിടെ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണാം, ഒരു 11 to 70 വരെ നമ്പേഴ്സ് ഇങ്ങനെ നമ്മൾ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ നമ്പറുകളിൽ നിന്ന് കോൾ കണക്ട് ചെയ്ത് കിട്ടുന്നവർക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു നമ്പർ പറയാം. ഈ നമ്പർ പറയുമ്പോൾ എന്താ ചെയ്യുക, ഞാൻ വേഗം അതിൻ്റെ അടുത്ത് ചെന്നിട്ട് ഓപ്പൺ ചെയ്ത് നോക്കും. അതിനകത്ത് ഒരു സ്വർണ്ണ നാണയമുണ്ട് എങ്കിൽ ആ ഗോൾഡ് കോയിൻ നിങ്ങൾക്ക് സമ്മാനമായി ലഭിക്കുന്നതാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ വിളിച്ചു തുടങ്ങുക. നമ്മളുടേത് 1 മണിക്കൂർ ഡ്യൂറേഷനുള്ള ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാമാണ്. അപ്പോൾ ഫോണിൽ വിളിച്ച് കോൾ കണക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് പറയാം. ഇനി ഇത് കൂടാതെ ഒരു സെക്കൻഡ് ഓപ്ഷൻ കൂടിയുണ്ട്. മറ്റൊന്നുമല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൽ വാട്സാപ്പിലൂടെ നമ്മളൊരു വാട്സാപ്പ് നമ്പറും ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട് TV സ്ക്രീനിൽ. 8086011443 ആണ് നമ്മുടെ നമ്പർ. 8086011443. അപ്പോൾ ഈ നമ്പറിലേക്ക് വിളിച്ച് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഈ നമ്പറിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആ നമ്പർ മെസ്സേജ് ചെയ്യാവുന്നതാണ്. പക്ഷെ അതിനും ഒരു കണ്ടീഷൻ ഉണ്ട്. നിങ്ങൾക്കറിയാം, നമ്മുടേത് 1 മണിക്കൂറാണ് ഈ പ്രോഗ്രാം. ഓക്കെ, അപ്പോൾ 12 മുതൽ 12:45 വരെ നിങ്ങൾക്ക് വാട്സാപ്പിലൂടെ നിങ്ങളുടെ ആ ഫേവറേറ്റ് നമ്പർ നമുക്ക് സെൻഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിന് ശേഷം വരുന്ന നമ്പേഴ്സ് നമുക്ക് കൺസിഡർ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും 12:45 നിങ്ങൾ നമ്പർ അയക്കുകയാണ് എങ്കിൽ അത് നമ്മൾ കൺസിഡർ ചെയ്യുന്നതായിരിക്കും. മാത്രമല്ല, ഫസ്റ്റ് നമുക്ക് ഒരുപാട് വിശേഷങ്ങൾ ഇങ്ങനെ പറഞ്ഞ സമയങ്ങളുണ്ട്. കാരണം ഈ ഒരു ഫ്ലഡ് ഓഫ് കോൾസ് ആണ്. ഒരുപാട് പേരിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആർക്കാണ് ഭാഗ്യം പതിയിരിക്കുന്നതെന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ TV സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വിളിക്കാം. വാട്സാപ്പ് നമ്പറിലൂടെ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യുകയും ചെയ്യാം. 12:45 നിങ്ങളുടെ വാട്സാപ്പ് നമ്പർ മെസ്സേജ് ചെയ്ത് ഇരിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് കോളറിലേക്ക് പോവാം. ഹലോ, ഹായ്. പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷം, ആരാണിത്? സൈനബ. എവിടുന്ന് വിളിക്കുന്നു സൈനബ? വരന്തരപ്പള്ളി. ഓക്കെ, സൈനബ ചേച്ചിന്ന് വിളിക്കാമല്ലോ അല്ലേ ധൈര്യമായിട്ട്? ഞാൻ ഹൗസ് വൈഫാണ്. ഓക്കെ. അപ്പം നമ്മുടെ സ്വർണ്ണവർഷം സ്ഥിരമായിട്ട് കാണാറുണ്ടോ? കാണാറുണ്ട്. ഇതിനു മുമ്പ് ഈ പോത്തി സ്വർണ്ണവർഷത്തിലേക്ക് വിളിച്ചിട്ടുണ്ടോ? വിളിച്ചിട്ടുണ്ട്. കണക്ഷൻ കിട്ടിയില്ല? ഇല്ല. ഓ, അപ്പൊ ഇന്ന് ആദ്യമായിട്ടാണ് കോള് കണക്റ്റഡ് ആയി കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഭാഗ്യ നമ്പറാണോ പറയാൻ പോകുന്നത്? ഏതാണ് ആ നമ്പർ പറഞ്ഞാട്ടെ? സ്ക്രീനിൽ കാണാമല്ലോ, 11 to 70 ആണ് നമ്പേഴ്സ് ഉള്ളത്. ഇതിൽ ഇഷ്ടപ്പെട്ട ഒരു നമ്പർ പറയാം. 15 ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് സെറ്റിൽ തന്നെയുള്ള യെല്ലോ കാർഡാണ്. ഫസ്റ്റ് സെറ്റിൽ തന്നെയുള്ള 15 ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഈ 15 എന്താണ്, ഭാഗ്യ നമ്പർ ആണോ? അതറിയില്ല, ഞാനൊരു നമ്പർ വെറുതെ പറഞ്ഞേ ഉള്ളൂ അല്ലേ? അങ്ങനൊന്നുമില്ല. എന്താണ് പ്രതീക്ഷ? ഇതിനകത്ത് ഗോൾഡ് കോയിൻ ഉണ്ടാവുമോ? അങ്ങനെ ശുഭപ്രതീക്ഷയോടുകൂടി നമുക്ക് നോക്കാം ഉണ്ടോ എന്നുള്ളത്. ഈ പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിന്റെ ഇന്നത്തെ എപ്പിസോഡിലെ ഫസ്റ്റ് കോളർ വരന്തരപ്പള്ളിയിൽ നിന്നാണ്. സൈനബ നമ്പർ 15 സെലക്ട് ചെയ്തു. നമുക്കൊന്ന് നോക്കട്ടെ. കാണുന്നുണ്ടല്ലോ അല്ലേ? യെസ്. അയ്യോ, ഇല്ല,
സോറി, ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം കേട്ടോ. കിട്ടിയിട്ടില്ല. നമ്പർ 15 ആണ് സെലക്ട് ചെയ്തത്. അപ്പോൾ 15-ൽ ഭാഗ്യം ഒളിഞ്ഞിരിപ്പില്ല. അപ്പോൾ അടുത്ത തവണ തീർച്ചയായിട്ടും കോൾ കണക്ട് ചെയ്ത് കറക്റ്റ് നമ്പർ പറയാൻ സാധിക്കട്ടെ. അപ്പോൾ പ്രേക്ഷകർക്കറിയാം, ലൈവ് പ്രോഗ്രാമാണ്, 1 മണിക്കൂറാണ് ഡ്യൂറേഷൻ. ഫോൺ കോളിലൂടെയും വാട്സപ്പ് നമ്പറിലൂടെയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നമ്പർ സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ നമ്പറിനുള്ളിൽ ഗോൾഡ് കോയിൻ ഉണ്ട് എങ്കിൽ ആ ഗോൾഡ് കോയിൻ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ വാട്സപ്പ് നമ്പറും ഫോൺ നമ്പറും കോൾ ചെയ്യേണ്ട നമ്പറും നമ്മൾ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് വിളിക്കുക. അതിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന ഗോൾഡ് കോയിൻ, ഈ 11 to 17 നമ്പേഴ്സിനകത്ത് ഏതൊക്കെയോ ബോക്സസിൽ ഗോൾഡ് കോയിൻ ഒളിഞ്ഞിരിപ്പുണ്ട്. എനിക്കറിയില്ല. യെസ്, അടുത്ത കോൾ വന്നു. ഹലോ ഹലോ, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷം. ആരാണ്? രേവതി കൃഷ്ണ. എവിടുന്ന് വിളിക്കുന്നു? നെടുമങ്ങാട്. ട്രിവാൻഡ്രത്ത് നിന്നാണ്. രേവതി എന്ത് ചെയ്യണു? പ്ലസ് 1 പഠിക്കണം. എന്തിനാണ് പഠിക്കുന്നത്? ഹ്യൂമാനിറ്റീസ്. ഹ്യൂമാനിറ്റീസ് പഠിക്കുന്നു. 12th 11th ഏത് ക്ലാസ്സാ? പ്ലസ് 1 പഠിക്കുകയാണ്. ഓക്കെ ഓക്കെ. അപ്പൊ രേവതി കൃഷ്ണ ഐശ്വര്യമായിട്ട് ഒരു നമ്പർ പറഞ്ഞാട്ടെ, നമുക്ക് തുറന്നു നോക്കാം ഭാഗ്യമുണ്ടോന്ന്. അതില് 17 യെസ്. നമ്മുടെ ഫസ്റ്റ് 2 കോളേഴ്സും ആദ്യത്തെ സെറ്റ് ഓഫ് നമ്പേഴ്സിൽ നിന്നാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. നമ്പർ 17. അപ്പൊ രേവതി കൃഷ്ണയ്ക്ക് വേണ്ടി ഐശ്വര്യമായി ഞാൻ ഈ ബോക്സ് തുറക്കുകയാണ്. നമുക്ക് നോക്കാം. നമ്പർ 17-ൽ ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം എന്നാണ് രേവതി പറയുന്നത്. അപ്പൊ വിഷമിക്കേണ്ട. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അടുത്ത തവണ രേവതിക്ക് ഭാഗ്യം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ നമ്മുടെ തൊട്ട് മുമ്പ് വിളിച്ച കോളർ എന്ന് പറയുന്നത് രേവതി കൃഷ്ണ, ഒരു +1 വിദ്യാർത്ഥിനിയാണ്. ഹ്യൂമാനിറ്റീസ് എടുത്ത് പഠിക്കുന്നു. തിരുവനന്തപുരത്ത് നിന്നാണ് വിളിച്ചത്. അപ്പോൾ 2 നമ്പേഴ്സ് പോയി കഴിഞ്ഞു കേട്ടോ. നമ്പർ 15 ആൻഡ് നമ്പർ 17, 2 നമ്പേഴ്സ് പോയി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം നമ്മുടെ ഈ ബോക്സസിൽ ഇനിയും ഒരുപാട് ബോക്സ് ഇതാ റെഡിയായി നിൽക്കുകയാണ്. ഇതിൽ ഏതൊക്കെയോ ബോക്സിൽ പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിൻ്റെ ഗോൾഡ് കോയിൻ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. ആ ഗോൾഡ് കോയിൻ്റെ അവകാശി നിങ്ങളാണോ എന്നറിയാൻ നമുക്കിതാ അടുത്ത കോളർ വന്നിട്ടുണ്ട്. ഹലോ ഹലോ, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷം. ആരാണ്? മായ. എവിടുന്ന് വിളിക്കുന്നു? ഇത് ചവറ തെക്കുംഭാഗം. ചവറ തെക്കുംഭാഗം. അപ്പൊ കൊല്ലം ജില്ല അല്ലേ? കൊല്ലം ജില്ല. എന്തുണ്ട് കൊല്ലത്ത് വിശേഷം? പ്രത്യേകിച്ച് വിശേഷമില്ല. ഞങ്ങളുടെ അമ്പലത്തിൽ ഉത്സവം നടക്കുന്നു. ഇപ്പൊ ഉത്സവങ്ങളുടെ സീസൺ ആണ്. അതിന്റെ തൊട്ടടുത്താണോ ക്ഷേത്രം? പനക്കെട്ട് റോഡില് അടുത്ത് തന്നെയാണ്. ഓക്കെ. അപ്പൊ ഉത്സവം കാണാനൊക്കെ പോയോ കഴിഞ്ഞ ദിവസമൊക്കെ? താലപ്പൊലിക്ക് പോയായിരുന്നു. പോയി. ഓക്കെ. അപ്പോ മായ പഠിക്കുകയാണോ അതോ? അല്ല, ഹൗസ് വൈഫാണ്. അപ്പൊ നമുക്ക് ഐശ്വര്യമായിട്ടൊരു നമ്പർ അങ്ങ് എടുത്താലോ? ഗോൾഡ് കോയിൻ മായക്കാണോ സ്വന്തമാകുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്പർ പറയാം. പറഞ്ഞോളൂ, നമ്പർ പറഞ്ഞോളൂ. 25 സെക്കൻഡ് സെറ്റിൽ നിന്നാണ് ഒരു നമ്പർ മായ കൊല്ലത്ത് ചവറയിൽ നിന്ന് വിളിച്ച് സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്പർ 25 മായക്ക് ഭാഗ്യം കൊണ്ടുവരുന്നുണ്ടോ എന്ന് നമുക്ക് ഐശ്വര്യമായിട്ട് നോക്കാം. നമ്പർ 25 സോറി ആണ് പറയുന്നത് മായ. സാരയില്ല, ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം. എന്തായാലും ഇതിൽ ഏതൊക്കെയോ ബോക്സസിനകത്ത് സ്വർണ്ണ നാണയങ്ങളുണ്ട്. എനിക്കും അറിയില്ല, നിങ്ങൾക്കും അറിയില്ല. പക്ഷെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, നിങ്ങൾക്ക് ഗസ് ചെയ്യാം ഇതിൽ ഏതൊക്കെയോ ബോക്സസിൽ സ്വർണ്ണ നാണയമുണ്ട്. നിങ്ങൾ കണ്ടെത്തുകയാണെങ്കിൽ ആ സ്വർണ്ണ നാണയം നിങ്ങളുടെ സ്വന്തം. അപ്പോൾ പോത്തീസ് സ്വർണ്ണമഹൽ സ്വർണ്ണ വർഷത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പതിവ് പോലെ അടുത്ത കോളർ വന്നു കഴിഞ്ഞു. ഹലോ യെസ്, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷം. ആരാണ്? വിഷ്ണു. എവിടുന്ന് വിളിക്കുന്നു? വിഷ്ണു. ചേർത്തലയിൽ. ഓക്കെ. അപ്പൊ ചേർത്തലയിൽ നിന്നുള്ള വിഷ്ണു അവിടുത്തെ ടിവിയുടെ വോളിയം ഐശ്വര്യമായിട്ടൊന്ന് കുറച്ചിട്ട് ഫോണിൽ ശ്രദ്ധിച്ച് സംസാരിച്ച് വിശേഷങ്ങൾ പറയണം. വിഷ്ണു പഠിക്കുകയാണോ ജോലി ചെയ്യാണോ എന്ത് ചെയ്യണോ? വർക്ക് ചെയ്യാണ്. ഓക്കെ. എവിടെ വർക്ക് ചെയ്യുന്നു? എവിടെയാണ്? കാക്കനാടാണ് ജോലി ചെയ്യുന്നത്. കൊച്ചിയിലാണ് ജോലി ചെയ്യുന്നത്. ചേർത്തലയിലാണ് താമസം. അപ്പൊ വിഷ്ണു, നമുക്ക് ഐശ്വര്യമായിട്ടൊരു നമ്പറിലേക്ക് പോയാലോ? 45. യെസ്, ഒരു യെല്ലോ ബോക്സ് ആണ് വിഷ്ണു സെലക്ട് ചെയ്തിരിക്കുന്നത്. നമ്പർ 45 ആണ്. ചേർത്തലയിൽ നിന്നുള്ള വിഷ്ണുവിന് ഭാഗ്യം 45 കൊണ്ടെത്തിക്കുമോ എന്ന് നമുക്ക് നോക്കാം. ഞാൻ ഓപ്പൺ ചെയ്യാൻ കേട്ടോ വിഷ്ണു. കാണുന്നുണ്ടല്ലോ? യെസ്. വിഷ്ണു, തൽക്കാലം ഇന്ന് ഭാഗ്യം വിഷ്ണുവിനൊപ്പം ഇല്ല.
ഇപ്പോൾ ഭാഗ്യമില്ല, ഇന്നില്ല എന്നല്ല, 45 ഭാഗ്യം കൊണ്ടുവന്നിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ ഒട്ടും വിഷമിക്കേണ്ട, കോൾ ഡിസ്കണക്ട് ചെയ്തിട്ട് വീണ്ടും ശ്രമിക്കാവുന്നതാണ് കേട്ടോ. വീണ്ടും നമുക്ക് ഗസ് ചെയ്യുന്നതിന് പ്രശ്നമൊന്നുമില്ല. താങ്ക് യു വിഷ്ണു, താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. അപ്പോൾ നമുക്ക് ചേർത്തലയിൽ നിന്ന് കാക്കനാട് ജോലി ചെയ്യുന്ന വിഷ്ണു ആണ് വിളിച്ചത്. നമ്പർ 45 ആണ് വിഷ്ണു സെലക്ട് ചെയ്തത്. ഇപ്പോൾ അതേ എത്ര ബോക്സ് കഴിഞ്ഞു? 1 2 3 4. യെസ്, അടുത്ത കോളർ വന്നു കഴിഞ്ഞു. നമുക്ക് 5ാമത്തെ കോളിലേക്ക് പോവാം. ഹലോ ഹലോ ഹലോ, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷം ആരാണ്? എനിക്ക് ക്ലിയർ ആയില്ല, ഒന്നുകൂടി പറയാമോ? അവിടെ എവിടുന്ന് വിളിക്കുന്നു? പത്തനംതിട്ട. ഓക്കെ, അപ്പൊ എനിക്ക് ആ കോള് ചെറിയ റേഞ്ച് പ്രോബ്ലം ഉണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് വേഗം നമ്പറിലേക്ക് നമുക്ക് പോവാൻ. പറഞ്ഞോളൂ, നമ്പർ പറഞ്ഞോളൂ. സ്ക്രീനിൽ നമ്പേഴ്സ് കാണാം. ഇഷ്ടപ്പെട്ട ഒരു നമ്പർ പറയാം, അതിൽ സ്വർണം ഒളിഞ്ഞിരിപ്പുണ്ടോ എന്ന് നമുക്ക് നോക്കാം. പോയോ? ഹലോ ഹലോ രമേശൻ, ഹലോ ഹലോ. ആ കോള് ഡ്രോപ്പ് ആയി പോയി. ആദ്യം കോള് വിളിച്ച സമയത്ത് തന്നെ ചെറിയ പ്രശ്നമുണ്ടായിരുന്നു. അപ്പൊ അടുത്ത കോളറിലേക്ക് നമുക്ക് പോവാം. ഹലോ ഹലോ. യെസ്, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷം ആരാണ്? ശ്രീകല. എവിടുന്ന് വിളിക്കുന്നു? ശ്രീകല. പൂജപ്പുര. ആഹാ, തിരുവനന്തപുരത്ത് നിന്നാണ്. പൂജപ്പുരയിൽ നിന്ന് ശ്രീകല. ഹൗസ് വൈഫ് ആണോ, വർക്കിംഗ് ആണോ? അതെ 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 അതെ. അതെ അതെ എന്ന് പറഞ്ഞാല് വർക്കിംഗ് ആണോ? ഹൗസ് വൈഫ് ആണ്. അപ്പൊ ശ്രീകല ചേച്ചി ഐശ്വര്യമായിട്ടൊരു നമ്പർ അങ്ങോട്ട് പറഞ്ഞാട്ടെ. 28 ആണ്. അപ്പൊ സെക്കൻഡ് സെറ്റിൽ നിന്ന് 28 ആണ് ശ്രീകല ചേച്ചി സെലക്ട് ചെയ്തിരിക്കുന്നത്. ശ്രീകല ചേച്ചി, ഞായറാഴ്ച എന്ത് വിശേഷം ഉണ്ട്? ഇന്നെന്താ സ്പെഷ്യല്? ഒന്നുമില്ല. ഇന്നത്തെ സ്പെഷ്യൽ ഇതാ ഇവിടെ ഉണ്ടോന്ന് നമുക്ക് നോക്കാം. നമ്പർ 28 ആണ് ശ്രീകല ചേച്ചി സെലക്ട് ചെയ്തിരിക്കുന്നത്. നോക്കട്ടെ. ശ്രീകല ചേച്ചി ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ന് പ്രത്യേകിച്ച് വിശേഷം സ്വർണ്ണവർഷത്തിലും ലഭിച്ചിട്ടില്ല. വിഷമിക്കേണ്ട, കോൾ ഡിസ്കണക്ട് ചെയ്തിട്ട് വീണ്ടും വിളിക്കാവുന്നതാണ്. ശ്രീകല ചേച്ചി ഫ്രം പൂജപ്പുര. അപ്പൊ ഭാഗ്യം എന്താണ് ഇങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഭാഗ്യം എത്തും എന്നാണ് പറയുന്നത് അല്ലേ? നമ്മളെ പരിശ്രമമാണ് നമ്മളെ ഭാഗ്യവാനും ഭാഗ്യവതിയൊക്കെ മാറ്റുന്നത്. യെസ്, അടുത്ത കോളർ റെഡിയാണ്. ഹലോ ഹലോ, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷം ആരാണ്? ഹലോ, പറഞ്ഞോളൂ. പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷം ആരാണ്? സുധാകരൻ. ആലുവയിൽ നിന്ന് സുധാകരൻ ചേട്ടൻ. ആലുവയിൽ എന്തുണ്ട് വിശേഷം? മഴയാണോ വെയിലാണോ എന്താണ്? ഭയങ്കര ചൂടാണ്. ആ, എല്ലായിടത്തും ചൂടാണ്. ഇടയ്ക്ക് മഴ പെയ്യുന്നില്ല. എന്നാലും ആ, ഓക്കെ. അപ്പൊ സുധാകരൻ ചേട്ടാ വേഗം നമ്പർ പറഞ്ഞോളൂ എങ്കിൽ. പിന്നെ 1 ചേട്ടാ, നമ്മുടെ ബോക്സ് കാണുന്നില്ലേ? 11 മുതൽ 70 വരെയുള്ള നമ്പേഴ്സ് ആണുള്ളത്. അപ്പൊ ഐശ്വര്യമായിട്ട് പറഞ്ഞോളൂ. 44. 1 നിന്ന് 44ലേക്കാണ് സുധാകരൻ ചേട്ടൻ എത്തിയിരിക്കുന്നത്. 44 സുധാകരൻ ചേട്ടന് ആലുവയിലേക്ക് ഭാഗ്യം എത്തിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. ഞാൻ നോക്കുകയാണ്. നമ്പർ 44 സുധാകരൻ ചേട്ടാ ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം എന്നാണ് 44 പറഞ്ഞിരിക്കുന്നത്. സാരയില്ല, സുധാകരൻ ചേട്ടൻ ഡിസപ്പോയിന്റഡ് ആകണ്ട. ഈ ഞായറാഴ്ച ഇനിയും ചിലപ്പോൾ ഭാഗ്യം കടന്നെത്തിയേക്കാം. ഡിസ്കണക്ട് ചെയ്തിട്ട് വീണ്ടും വിളിച്ചോളൂ കേട്ടോ. ആലുവയിലേക്ക് സ്വർണ്ണ നാണയം കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അടുത്ത കോളർ. ഹലോ ഹലോ, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷം ആരാണ്? എന്റെ പേര് ജോബിൻ എന്നാണ്. എവിടുന്ന് വിളിക്കുന്നു ജോബിൻ? ഞാൻ പത്തനംതിട്ട ജില്ലയാണ് വിളിക്കുന്നത്. എന്തുണ്ട് വിശേഷം പത്തനംതിട്ട? ഒന്നുമില്ല. അപ്പൊ ഇന്ന് പത്തനംതിട്ടയിലേക്ക് ഈ പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിൽ നിന്നൊരു വിശേഷം എത്തിക്കാൻ പറ്റുമോ നമുക്ക് നോക്കാം. ഐശ്വര്യമായിട്ടൊരു നമ്പർ പറഞ്ഞോളൂ. 26 ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. നമ്പർ 26 ജോബിന് ഭാഗ്യം എത്തിക്കുന്നു. പത്തനംതിട്ടയിലേക്ക് സ്വർണ്ണവർഷത്തിന്റെ വിശേഷം എത്തിക്കുന്നു എന്ന് നോക്കാം. നമ്പർ 26 നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ജോബിൻ ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം ജോബിൻ. ഓക്കെ, അപ്പോൾ വിഷമിക്കണ്ട, ഡിസ്കണക്ട് ചെയ്തിട്ട് ഒന്നുകൂടെ ട്രൈ ചെയ്തോളൂ. താങ്ക്സ് ഫോർ കോളിംഗ്. അപ്പോൾ ജോബിൻ ഫ്രം പത്തനംതിട്ടയാണ്. നമ്പർ 26 ആണ് സെലക്ട് ചെയ്തത്. അടുത്ത കോളർ വന്നിട്ടുണ്ട്. ഹലോ പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷം ആരാണ്? അനിൽകുമാർ. എവിടുന്ന് വിളിക്കുന്നു? തിരുവനന്തപുരം. തിരുവനന്തപുരത്താണ്. ഓക്കെ, എന്ത് ചെയ്യണു ചേട്ടാ?
വർക്ക് എക്സർവീസ് ആണ്. എക്സ് സർവീസ് ആണ്. ഓക്കെ ഓക്കെ. അപ്പോൾ ഈ ഞായറാഴ്ച സന്തോഷത്തിന്റെ പുഞ്ചിരിയുടെ സ്വർണത്തിന്റെ ഞായറാഴ്ചയാണോ? നമുക്ക് നോക്കാം. ഒരു നമ്പർ പറഞ്ഞാട്ടെ, ഒരു നമ്പർ. 49. 49 സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ പേയാടേക്ക് 49 ഭാഗ്യം എത്തിക്കുന്നോ എന്ന് നമുക്ക് നോക്കാം. യെസ് ചേട്ടാ, ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം. 49 ഇന്ന് ഭാഗ്യമില്ല. വീണ്ടും വിളിക്കാം. വീണ്ടും വിളിക്കണം. വെക്കുക, അടുത്ത വീണ്ടും ഡയൽ ചെയ്യുക. അതാണ് പരിപാടി. അങ്ങനെ വേണം. അതാണ് ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് എന്ന് പറയുന്നത്. എപ്പോഴും നമ്മൾ ഈ ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം എന്ന് പറയുമ്പോൾ ലക്ക് പ്രയത്നിക്കാത്ത ഒരാളിലേക്കും എത്തില്ല. അടുത്ത കോളർ വന്നിട്ടുണ്ട്. ഹലോ ഹലോ, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷം. ആരാണ്? രമ. ആരാണ്? രമ. എവിടുന്ന് വിളിക്കുന്നു? മുൻപം. ക്ലിയർ ആയില്ലല്ലോ ചേച്ചി. എവിടെയാ? മുനമ്പത്തെന്നാണ്. ഓക്കെ ഓക്കെ. രമ ചേച്ചി ഫ്രം മുനമ്പം. രമ ചേച്ചി, നമുക്ക് വേഗം ഒരു നമ്പറിലേക്ക് പോവാം. നമുക്ക് ഇങ്ങനെ കോൾസ് വന്നുകൊണ്ടിരിക്കുന്നു. അപ്പം മാക്സിമം കോളേഴ്സിനെ നമുക്ക് കണക്ട് ചെയ്യണം. അപ്പൊ നമ്പർ പറഞ്ഞോളൂ ചേച്ചി. 39. എനിക്ക് തോന്നുന്നു 39 ആദ്യമായിട്ടാണ് ആ സെറ്റിൽ ഒരാൾ നമ്പർ എടുക്കുന്നത് കേട്ടോ. 39 മുനമ്പത്ത് നിന്ന് രമചേച്ചിയാണ്. മുനമ്പത്തേക്ക് ഗോൾഡ് കോയിൻ എത്തുന്നോ, രമചേച്ചിയുടെ കയ്യിലേക്ക് എത്തുന്നോ എന്ന് നമുക്ക് നോക്കാം. നമ്പർ 39 ഞാൻ ഓപ്പൺ ചെയ്യാണ്. രമചേച്ചി ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം എന്നാണ് 39 പറയുന്നത്. 39 സ്വർണമില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഇങ്ങനെ കോളേഴ്സ് വളരെ ആക്റ്റീവായിട്ട് ഈ ഗെയിമിൽ പങ്കെടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഒരുപാട് പേര് ഇനിയും കണക്ട് ചെയ്യണം. അപ്പോൾ പെട്ടെന്നൊരു ബ്രേക്കിനുള്ള സമയമായിരിക്കുകയാണ്. പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷം തുടരും ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. സ്റ്റേ ട്യൂൺഡ്. പെൺകുട്ടികളുള്ള വീട്ടിൽ ആനന്ദത്തിന് കുറവേയില്ല. അവിടെ എപ്പോഴും ചിരിയും സന്തോഷവും അലയടിക്കും. ഞാനും 3 പെൺകുട്ടികളുടെ അച്ഛനാണ്. അവർ പലതരത്തിലുള്ള ആഭരണങ്ങൾ അണിഞ്ഞ് ആഹ്ലാദിക്കുമ്പോൾ എന്റെ മനസ്സും നിറയും. ഇപ്പോൾ ഞാൻ ആ അച്ഛൻ മാത്രമല്ല, തിരുവനന്തപുരത്തെ പോത്തി സ്വർണ്ണമഹലിന്റെ ഉടമയായിട്ടാണ് ഇത് പറയുന്നത്. ഇവിടെ ഞങ്ങൾ നിങ്ങൾക്കായി നൽകുന്നു ബ്യൂട്ടിഫുൾ ഡിസൈൻസ്, പ്യുവർ ക്വാളിറ്റി, റീസണബിൾ പ്രൈസ്. ഈ ആഹ്ലാദവും ഐശ്വര്യവും നിങ്ങളുടെ വീട്ടിലേക്കും കൊണ്ടുപോകൂ. പോത്തി സ്വർണ്ണമഹൽ, സമൃദ്ധിയുടെ പരിപൂർണത. സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും വീണ്ടും സ്വാഗതം. അങ്ങനെ ഒരുപാട് കോളേഴ്സ് വിളിച്ചു കഴിഞ്ഞു. കോളുകൾ വന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ TV സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഡയൽ ചെയ്യുക. പോത്തി സ്വർണ്ണവർഷത്തിലേക്ക് കണക്ട് ചെയ്യുക. ഒരു നമ്പർ തിരഞ്ഞെടുക്കുക. അതിനുള്ളിൽ സ്വർണ്ണമുണ്ടെങ്കിൽ ആ സ്വർണം നിങ്ങൾക്ക് സ്വന്തം. കൂടാതെ നമുക്ക് വാട്സാപ്പിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നമ്പർ നമ്മളെ അറിയിക്കാനുള്ള ഒരു ഓപ്ഷൻ കൂടിയുണ്ട്. 12:45 വരെ ആയിരിക്കും അതിനുള്ള അവസരം ഉണ്ടാവുക. അതിനുശേഷം വരുന്നത് കൺസിഡർ ചെയ്യാൻ സാധിക്കില്ല. നമ്മുടെ നമ്പർ, വാട്സാപ്പ് നമ്പർ 8086011443 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സാപ്പ് ചെയ്യാവുന്നതാണ്. അടുത്ത കോളർ റെഡിയാണ്, നമുക്ക് എടുക്കാം. ഹലോ, വെൽക്കം ടു പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷം. ആരാണ്? ഗായത്രി. എവിടുന്ന് വിളിക്കുന്നു ഗായത്രി? കൊട്ടാരക്കര. ഓക്കെ. എന്ത് ചെയ്യണു? ഹൗസ് വൈഫ് ആണോ? സ്റ്റുഡന്റ് ആണോ? ഹൗസ് വൈഫ് ആണ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോ സ്വർണം ഇഷ്ടമുള്ള ആളാണോ? അത്യാവശ്യം ഇഷ്ടമാണ്. അത് ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള രീതിയിലാണോ അതോ ആഭരണമാക്കി ഇടാൻ ഇഷ്ടമാണോ? അങ്ങനെ വിളിക്കുക, കിട്ടണമെന്നൊന്നും ഇല്ലല്ലോ. അതെ, കിട്ടട്ടെ. കിട്ടുമെന്ന് വിചാരിച്ചു വേണം നമ്മൾ നമ്പറിലേക്ക് പോവാൻ. ഓക്കെ. അപ്പൊ എന്തായാലും ഗായത്രിക്ക് നമുക്ക് ഒരു നമ്പർ ഐശ്വര്യമായിട്ട് സെലക്ട് ചെയ്യാൻ. പറഞ്ഞോളൂ ഗായത്രി. 55 നമ്പർ 55 ആണ്. യെസ്, ഗായത്രി സെലക്ട് ചെയ്തിരിക്കുന്ന നമ്പർ 55 ആണ്. സാധാരണ നമ്മുടെ എല്ലാം എന്താണ് കോളേഴ്സ് വളരെ ശുഭാപ്തി വിശ്വാസത്തോടു കൂടി വിളിക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. ഗായത്രി കിട്ടുമെന്നൊന്നും അറിയില്ല, എന്നാലും നമുക്ക് നോക്കാം എന്നുള്ള അതിനകത്തൊരു പോസിറ്റിവിറ്റി ഉണ്ട്. എന്തായാലും ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഉണ്ട്. നമ്പർ 55 ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് പതുക്കെ ഓപ്പൺ ചെയ്ത് നോക്കാം ഇതിനകത്ത് സ്വർണം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. യെസ്, നമ്പർ 55. ഗായത്രി
കണ്ടോ? കൺഗ്രാറ്റുലേഷൻസ്. കൺഗ്രാറ്റുലേഷൻസ്. സന്തോഷായോ? സന്തോഷായി. യെസ്. അപ്പൊ ഗായത്രിക്ക് നമ്മുടെ പോത്തി സ്വർണ്ണമകൾ സ്വർണ്ണവർഷത്തിന്റെ ഐശ്വര്യമായിട്ടുള്ള ഒരു ഗോൾഡ് കോയിൻ അങ്ങോട്ട് എത്തുന്നതായിരിക്കും. ഒരുപാട് സന്തോഷം വിളിച്ചതില്. അപ്പോ വീണ്ടും ട്രൈ ചെയ്യുക. ഇന്ന് വേണ്ട കേട്ടോ. ഇന്നിപ്പോ ഒരു ക്ലിയർ ആയില്ല. എന്താണ്? ലക്ഷ്മി മാഡം അല്ലല്ല, ഞാൻ ലക്ഷ്മി മാഡം അല്ല, ഞാൻ വീണ മാഡമാണ്. ഓക്കെ. അപ്പൊ ഗായത്രി, ഒരുപാട് സന്തോഷം കേട്ടോ വിളിച്ചതില്. താങ്ക്സ് ഫോർ കോളിംഗ്. താങ്ക് യു. അപ്പോൾ ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. നമ്പർ 55 ഭാഗ്യം കൊണ്ടുപോയിരിക്കുകയാണ്. ഇനിയും ഇതിനകത്ത് ഭാഗ്യമുണ്ട് കേട്ടോ, ഒളിഞ്ഞിരിപ്പുണ്ട്. അത് ചിലപ്പോൾ നിങ്ങളുടേതാകാം. അടുത്ത കോളർ റെഡിയാണ്, നമുക്ക് നോക്കാം. ഹലോ. പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷം. ആരാണ്? വത്സല. എവിടുന്ന് വിളിക്കുന്നു? ഓക്കെ. അവിടുത്തെ ടിവിയുടെ വോളിയം ഒന്ന് റെഡ്യൂസ് ചെയ്തിട്ട് ഒന്ന് ഫോണിൽ ശ്രദ്ധിച്ച് സംസാരിക്കണം. ഒരു നമ്പർ പെട്ടെന്ന് സെലക്ട് ചെയ്യാം, നമുക്ക് നോക്കാം. അതിനകത്ത് ഗോൾഡ് കോയിൻ 30 സെലക്ട് ചെയ്തിരിക്കുന്നത്. നമ്പർ 30 ആണ്. കോളർ വത്സല ഫ്രം നീറമൺകര. നമ്പർ 30 ഞാൻ ഓപ്പൺ ചെയ്യാണ്. ഇതിനകത്ത് ഗോൾഡ് കോയിൻ ഉണ്ടോയെന്ന് തൊട്ട് മുമ്പിലത്തെ കോളറിന് ഭാഗ്യം ഉണ്ടായിരുന്നു. ഈ കോളറിലേക്ക് സ്വർണത്തിന്റെ ഭാഗ്യം ഈ സൺഡേ എത്തുന്നു നമുക്ക് നോക്കാം. നമ്പർ 30 ഓപ്പൺ ചെയ്യുകയാണ്. വത്സല, ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം. ഓക്കെ. താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. കീപ് കോളിംഗ്. വീണ്ടും വിളിക്കാം കേട്ടോ. ഓക്കെ. താങ്ക്സ് ഫോർ കോളിംഗ്. നമ്മുടെ തിരുവനന്തപുരത്ത് നീറമൺകരയിൽ നിന്നായിരുന്നു വിളിച്ചത്. വത്സല ചേച്ചിന്ന് വിളിക്കാന്ന് തോന്നുന്നു കേട്ടോ. യെസ്, നമ്മുടെ അടുത്ത കോളർ വന്നു. യെസ്. ഹലോ. പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷം. പറഞ്ഞോളൂ, ഇതാരാണെന്ന്? മണ്ണാർക്കാട് നിന്നും ജോയ് വിളിക്കുകയാണ്. എന്ത് ചെയ്യുന്നു ചേട്ടാ? ജോലി ചെയ്യാണോ? ഓക്കെ. എവിടെയാണ്? അവിടെ തന്നെയാണോ? മണ്ണാർക്കാട്. എന്തോ? ബാങ്കിൽ ജോലിയാണ്. അപ്പൊ ജോയ് ചേട്ടനിലേക്ക് ഇന്ന് സ്വർണത്തിന്റെ ജോയ് എത്തുന്നു. നമുക്ക് നോക്കാം. ഒരു നമ്പർ ഐശ്വര്യമായിട്ട് പറഞ്ഞാട്ടെ. 21. നമ്പർ 21 ആണ് മണ്ണാർക്കാട് നിന്നും ജോയ് ചേട്ടൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്. നമ്പർ 21 നിങ്ങൾക്ക് കാണാം സ്ക്രീനിൽ. നമ്പർ 21-ൽ സ്വർണ്ണ നാണയം ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ജോയ് ചേട്ടന് ഇന്ന് ജോയ് നിറഞ്ഞൊരു ദിവസം ആകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് നോക്കാം. യെസ്, ജോയ് ചേട്ടാ, ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം. 21-ൽ സ്വർണ്ണ നാണയമില്ല. ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം. ഒട്ടും ഡിസപ്പോയിന്റഡ് ആവണ്ട. വീണ്ടും വിളിക്കുക. ഈ സമ്മാനം കിട്ടാത്തവർക്ക് ഉള്ളൊരു അഡ്വാൻറ്റേജ് ഇന്നത്തെ എപ്പിസോഡിലേക്ക് തന്നെ വീണ്ടും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് അടുത്ത നമ്പറിലേക്ക് പോവാട്ടോ. അടുത്ത കോളർ റെഡി. ഹലോ. പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷം. പറയൂ, ഇതാരാണ്? മുരളി. എവിടുന്ന് വിളിക്കുന്നു? മുരളി. മുനമ്പം. ഓക്കെ. മുനമ്പത്തുനിന്ന് ഇത് സെക്കൻഡ് കോളർ ആണല്ലോ ഇന്ന്. ഓക്കെ. നിങ്ങള് മാറി രണ്ടുപേരും ട്രൈ ചെയ്യാണല്ലേ? ഓക്കെ, ആയിക്കോട്ടെ, സാരമില്ല. നമുക്ക് സന്തോഷം. എല്ലാരും ഈ ഗെയിം ഷോയുടെ ഭാഗമാവട്ടെ. ഇപ്പൊ മുരളി ചേട്ടാ, ഒരു നമ്പർ പറയാമോ? 68 സെലക്ട് ചെയ്തിരിക്കുന്നത് മുരളി ചേട്ടൻ. നമ്പർ 68. മുരളി ചേട്ടന്റെ ഭാര്യയെ വിളിച്ചു. അത് കഴിഞ്ഞിപ്പോൾ മുരളി ചേട്ടൻ ഹസ്ബൻഡ് വിളിച്ചിരിക്കുകയാണ്. അപ്പോൾ ചേട്ടന് ഭാഗ്യമുണ്ടോ എന്നുള്ളത് നോക്കാം ഈ സൺഡേ. നമ്പർ 68 ഞാൻ ഓപ്പൺ ചെയ്യുകയാണ്. ബോക്സ് നമ്പർ 68. മുരളി ചേട്ടാ, സോറി. തീർച്ചയായിട്ടും അതാണ് ആ സ്പിരിറ്റ് എന്ന് പറയുന്നത്. താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ് കേട്ടോ. നമുക്ക് ഈ പ്രോഗ്രാമിലേക്ക് ഇങ്ങനെ ഫോൺ കോൾസിന്റെ ഒഴുക്കിനിടയ്ക്ക് കോൾ കണക്റ്റഡ് ആവുക എന്ന് പറയുന്നത് തന്നെ ഭയങ്കര ലക്കാണ്. പക്ഷെ അത്രയും ലക്കി ആയിട്ടുള്ളവർക്ക് ലക്കിനുള്ള ചാൻസ് കൂടുതലായിരിക്കും. വിളിച്ചുകൊണ്ടേയിരിക്കുക. അപ്പൊ അടുത്ത കോളർ റെഡി. ഹലോ. പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷം. ആരാണ്? ജയലക്ഷ്മി. എവിടുന്ന് വിളിക്കുന്നു? ജയലക്ഷ്മി. അഡ്രസ് മുഴുവൻ പറഞ്ഞോ? പാലക്കാടാണ്. ഓക്കെ. അപ്പൊ ജയലക്ഷ്മി ചേച്ചിന്ന് വിളിക്കാൻ തോന്നുന്നു അല്ലേ? ഓക്കെ. എന്ത് വിശേഷം ചേച്ചി? പാലക്കാട് നല്ല ചൂടാണോ? ആ ചൂടിൽ ഒരല്പം സന്തോഷം പകരാനായിട്ട് സ്വർണ്ണം ഉണ്ടോ ചേച്ചിയുടെ ആ ബോക്സിൽ എന്നുള്ളത് നമുക്ക് നോക്കാം. നമ്പർ സെലക്ട് ചെയ്തോളൂ ബോക്സിന്റെ.
ഓ പറഞ്ഞോളൂ. 50. 50 ജയലക്ഷ്മി ചേച്ചി സെലക്ട് ചെയ്തിരിക്കുന്നത്. യെല്ലോ ബോക്സ് ആണ്. വേഗം നമുക്ക് നോക്കാം. ബോക്സ് നമ്പർ 50 ഗോൾഡ് കോയിൻ ഉണ്ടോ എന്നുള്ളത്. ജയലക്ഷ്മി ചേച്ചി ഫ്രം പാലക്കാട്. ചേച്ചി ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം പറയുന്നു. ബോക്സ് നമ്പർ 50. ഒട്ടും ഡിസപ്പോയിന്റഡ് ആകണ്ട, വീണ്ടും വിളിക്കാവുന്നതാണ്. പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക്. താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. അടുത്ത കോളർ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കുറേ കോൾസ് കണക്ട് ചെയ്തു. അതിൽ ഒരു ആൾക്കാണ് ഇതുവരെ ഗോൾഡ് കോയിൻ ലഭിച്ചിട്ടുള്ളത്. ഇനിയും ഒരുപാട് ബോക്സസ് റിമൈനിങ് ആണ്. സ്വർണ്ണം ഉണ്ട്, നിങ്ങളുടേതാവാം. പെട്ടെന്ന് വിളിക്കുക. അടുത്ത കോളർ റെഡി. ഹലോ ഹലോ, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷം. ആരാണ്? അഭിന, അഭിന എവിടുന്ന് വിളിക്കുന്നു? എറണാകുളം. എന്ത് ചെയ്യണു അഭിന? ഞാൻ ബിടെക് സ്റ്റുഡന്റാ. ഓക്കെ, എവിടെ പഠിക്കുകയാണ് അഭിന? കാലടി ആദിശങ്കരയില്. അവിടെയാണ്. ഓക്കെ, അപ്പോൾ ഏത് സെമസ്റ്റർ ആയി? ഇപ്പൊ 6th സെമസ്റ്റർ. കോഴ്സ് ഇങ്ങനെ കഴിയാറായിക്കൊണ്ടിരിക്കുന്നു അല്ലേ? അതെ, ഒരു വർഷം കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ബിടെക് ഗ്രാജുവേറ്റ് ആവും. അപ്പൊ അഭിന എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് പെട്ടെന്ന് നമുക്ക് നമ്പറിലേക്ക് പോവാം. പറഞ്ഞോളൂ. 61 ബോക്സ് നമ്പർ 61 ആണ് അഭിന സെലക്ട് ചെയ്തിരിക്കുന്നത്. ബോക്സ് നമ്പർ 61 ബിടെക് സ്റ്റുഡന്റ് ആയിട്ടുള്ള അഭിനയ്ക്ക് സ്വർണ്ണ നാണയം എത്തിക്കുന്നോ ഭാഗ്യം എത്തിക്കുന്നോ എന്നും നമുക്ക് നോക്കാം. ബോക്സ് നമ്പർ 61 ഓപ്പൺ ചെയ്യുകയാണ്. അഭിന ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ പെട്ടെന്ന് ഡിസ്കണക്ട് ചെയ്തിട്ട് വീണ്ടും വിളിച്ചോളൂ കേട്ടോ അഭിന. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അഭിനയോട് ഒരുപാട് വിശേഷങ്ങൾ എനിക്ക് ചോദിച്ചറിയണം എന്നുണ്ട്. പക്ഷെ നമ്മുടെ ഒരുപാട് ഭാഗ്യം അന്വേഷിച്ച് ഒരുപാട് കോളേഴ്സ് ഉണ്ട്. അപ്പോൾ അവരിലേക്ക് കൂടെ പോകണം. താങ്ക് യു അഭിന, താങ്ക്സ് ഫോർ കോളിംഗ്. അപ്പോൾ ഒരു ബിടെക് സ്റ്റുഡന്റ് അഭിന ആണ് വിളിച്ചത്. അടുത്ത കോളർ റെഡി. ഹലോ പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷം. ആരാണ്? ആദിത്യ. എവിടുന്ന് വിളിക്കുന്നു? കൊല്ലം. ഓക്കെ, പഠിക്കുകയാണോ? ആണാണ്. എന്തിനു പഠിക്കുന്നു? +2 സ്റ്റുഡന്റ്. ഓക്കെ, അപ്പോൾ ആദിത്യ ഐശ്വര്യമായിട്ട് ഒരു നമ്പറിലേക്ക് പോയാട്ടെ. 18 ബോക്സ് നമ്പർ 18 യെല്ലോ ബോക്സ് ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 18 ആദിത്യയ്ക്ക് ഭാഗ്യം പകരുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം. യെസ്, ബോക്സ് നമ്പർ 18 ഇവിടെ റെഡിയാണ്. ഞാൻ ഓപ്പൺ ചെയ്യുന്നു. ആദിത്യ ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം എന്നാണ് ബോക്സ് നമ്പർ 18 ആദിത്യയോട് പറയുന്നത്. ഡോണ്ട് വറി, യു ക്യാൻ കോൾ അഗെയിൻ. അപ്പോൾ ഡിസ്കണക്ട് ചെയ്തിട്ട് ഇപ്പോൾ തന്നെ വീണ്ടും വിളിക്കാൻ ശ്രമിച്ചോളൂ കേട്ടോ. താങ്ക്സ് ഫോർ കോളിംഗ്. അപ്പം നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഒരു ആവേശം എന്ന് പറയുന്നത് നമ്മുടെ കോളേഴ്സിൻ്റെ പ്രേക്ഷകരുടെ ആവേശമാണ് കേട്ടോ. ഒരുപാട് കോൾസ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം ഒരുപാട് ബോക്സ് ക്ലോസ് ആയി കഴിഞ്ഞു. ഇനി അവശേഷിക്കുന്ന ബോക്സസിൽ ചിലതിൽ സ്വർണ്ണ നാണയമുണ്ട്. അത് നിങ്ങളുടേതാകാം, നമ്മുടെ അടുത്ത കോളറുടേതാണോ നമുക്ക് നോക്കാം. ഹലോ. യെസ്, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷം. ആരാണ്? ഓക്കെ, പ്രോപ്പർ എറണാകുളം ആണോ? ആണ്. യെസ്, രഞ്ജിത എന്ത് ചെയ്യുന്നു? വർക്കിംഗ് സ്റ്റുഡന്റ് ആണ്. അല്ല, ഹൗസ് വൈഫ് ആണ്. ഓക്കെ രഞ്ജിത, അപ്പൊ വേഗം ഒരു നമ്പർ പറഞ്ഞോളൂ ഐശ്വര്യമായിട്ട്. 37 ആണ്. ബ്ലൂ ബോക്സ് ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ബോക്സ് നമ്പർ 37 രഞ്ജിതയ്ക്ക് ഭാഗ്യം എത്തിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. സ്വർണ്ണ നാണയം, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിന്റെ സ്വർണ്ണ നാണയം രഞ്ജിതയ്ക്ക് അൺഫോർച്ചുനേറ്റ്ലി ഈ ബോക്സിൽ ഇല്ല രഞ്ജിത. ഓക്കെ, ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം. ഓക്കെ, അപ്പോൾ വീണ്ടും വിളിക്കുക. താങ്ക്സ് ഫോർ കോളിംഗ്. അപ്പം നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നമുക്ക് എല്ലായിടത്തുനിന്നും കോൾസ്, എല്ലാ ജില്ലകളിൽ നിന്നും ഇങ്ങനെ ഒരു ഫ്ലഡ് ഓഫ് കോൾസ് എന്ന് തന്നെ പറയാം. അടുത്ത കോളർ വന്നു കഴിഞ്ഞു. ഹലോ. യെസ്, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷം. ആരാണ്? ഹലോ, പറഞ്ഞോളൂ, ആരാണിത്? മോഹൻ. എവിടുന്ന് വിളിക്കുന്നു? തിരുവല്ല. ഓക്കെ, അപ്പോ ചേട്ടാ ഒരു നമ്പർ ഐശ്വര്യമായിട്ട് പറഞ്ഞോളൂ, നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം ഭാഗ്യമുണ്ടോ എന്നതിൽ. 63 ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത് മോഹൻ ചേട്ടൻ. അപ്പോൾ നമുക്ക് ബോക്സ് നമ്പർ 63 നോക്കാം. 63ൽ ഭാഗ്യമുണ്ടോ എന്നുള്ളത്. പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിന്റെ ബോക്സ് നമ്പർ 63ൽ. ചേട്ടാ ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം. ഇന്ന് 63ൽ ഭാഗ്യമില്ല. അപ്പോൾ വീണ്ടും വിളിക്കാം കേട്ടോ മോഹൻ ചേട്ടാ. താങ്ക്സ് ഫോർ കോളിംഗ്.
അപ്പോൾ ഇങ്ങനെ ഓരോരോ സ്ഥലങ്ങളിൽ നിന്ന് കോൾസ് വന്നുകൊണ്ടേയിരിക്കുകയാണ്. നിങ്ങൾക്ക് വാട്സാപ്പ് നമ്പറിലേക്ക് വാട്സാപ്പായിട്ട് നിങ്ങളുടെ ഭാഗ്യ നമ്പർ മെസ്സേജ് ചെയ്യാവുന്നതാണ്. അതും നമ്മൾ ഈ പരിപാടിയിൽ ടുവേർഡ്സ് എൻഡ് തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യുന്നതാണ്. ആ വാട്സാപ്പ് അയച്ചവരിൽ ആരെങ്കിലും കറക്റ്റ് നമ്പർ അയച്ചിട്ടുണ്ട് എങ്കിൽ അവർക്ക് സ്വർണ്ണ നാണയം ലഭിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും അടുത്ത കോളർ റെഡിയാണ്. ഹലോ, കോളർ ഡ്രോപ്പായി പോയി എന്ന് തോന്നുന്നു. പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണ വർഷത്തിൽ 11 മുതൽ 70 വരെയുള്ള നമ്പർ ബോക്സസ് ഉണ്ട്. ഇതിൽ ഒരു ബോക്സിൽ നിന്ന് ഒരു കോളർ ഭാഗ്യം കണ്ടെത്തി കഴിഞ്ഞിരിക്കുകയാണ്. അതുപോലെ ഇതിൽ ഏതൊക്കെയോ ബോക്സസിൽ സ്വർണ്ണ നാണയം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ സ്വർണം എന്ന് പറയുന്നത് ആഭരണമായും അതിലുമുപരി നല്ലൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യുന്നൊരു കാര്യമാണ് അല്ലേ. ഇപ്പോൾ ഗോൾഡ് പ്രൈസസ് ഭയങ്കരമായിട്ട് ഹൈക്ക് ചെയ്ത് നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഒരു സ്വർണ്ണ നാണയം നിങ്ങൾക്ക് ഭാഗ്യ നമ്പറിലൂടെ ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായും ഡബിൾ ഹാപ്പി ആവില്ലേ. അപ്പോൾ പെട്ടെന്ന് വിളിക്കുക. അടുത്ത കോളർ റെഡിയാണ്. ഹലോ, ഹലോ, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണ വർഷം ആരാണ്? ഷാഫി. ഷാഫി, എവിടെ നിന്ന് വിളിക്കുന്നു? ആലപ്പുഴ. മോന് ഏത് ക്ലാസ്സിലായി? ഞാൻ ഇപ്പം 6-ല്. 6ാം ക്ലാസ്സിലാ? ഓക്കെ ഓക്കെ. വീട്ടിൽ ആരൊക്കെയുണ്ട് മോന്റെ? വീട്ടില് ഉമ്മച്ചി, ഉമ്മ, ഇത്തി. എല്ലാരും ഉണ്ട്. പാപ്പി ഗൾഫിലാ. അപ്പൊ ഷാഫി കുട്ട, ചേച്ചിക്ക് പെട്ടെന്ന് ഒരു നമ്പർ പറഞ്ഞു തന്നെ, നോക്കി നോക്കാം നമുക്ക്. ഷാഫി കുട്ടിന് 46 ആണോ? 36 ആണ്. യെസ്, 36 ആണ് ഷാഫി മോൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് ബോക്സ് നമ്പർ 36ൽ ഷാഫി മോന് ഭാഗ്യമുണ്ടോ എന്ന് നോക്കാം ഇന്നത്തെ ദിവസം. ഓക്കെ, അപ്പോൾ ചേച്ചി ഓപ്പൺ ചെയ്യാണ് ബോക്സ് നമ്പർ 36. മോനെ, ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം. വിഷമിക്കേണ്ട, കട്ട് ചെയ്തിട്ട് ഇപ്പൊ തന്നെ വീണ്ടും വിളിച്ചോളൂ കേട്ടോ. ബോക്സ് നമ്പർ 36ൽ സ്വർണ്ണ നാണയം ഇല്ല, പക്ഷേ ഇതിൽ ഏതൊക്കെയോ ബോക്സിൽ സ്വർണ്ണ നാണയങ്ങളുണ്ട്. അതിൻ്റെ അവകാശികളെ കാത്തിരിക്കുകയാണ് ആ സ്വർണ്ണ നാണയങ്ങൾ. നിങ്ങൾ ചെയ്യേണ്ടത് ഫോൺ വിളിക്കുക, നമ്പർ പറയുക, ഓപ്പൺ ചെയ്യുക, സ്വന്തമാക്കുക. ഹലോ, ഹലോ. യെസ്, പോത്തീസ് സ്വർണ്ണമഹൽ സ്വർണ്ണ വർഷം. പറഞ്ഞോളൂ, ആരാണ്? എന്റെ പേര് സിന്ധു. എവിടുന്ന് വിളിക്കുന്നു? പൊൻകുന്നം. ഓക്കെ, പൊൻകുന്നത്ത് നിന്നും ബിന്ദു. എന്ത് ചെയ്യണു? വർക്ക് ചെയ്യാണോ? വർക്ക് ചെയ്യല്ല. ഹൗസ് വൈഫ് ആണോ? അതെ അതെ അതെ. ഓക്കെ, അപ്പോൾ ഒരു നമ്പർ പറഞ്ഞാട്ടെ, നമുക്ക് നോക്കാം. ഞാൻ 27 ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. വളരെ മനോഹരമായിട്ട് നമ്മുടെ ഇന്നത്തെ ഈ ഒരു ഗെയിം പുരോഗമിക്കുകയാണ് കേട്ടോ. ഒരുപാട് കോൾസ്. ബോക്സ് നമ്പർ 27 ആണ് പൊൻകുന്നത്ത് നിന്ന് ബിന്ദു സെലക്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം സ്വർണ്ണമുണ്ടോ എന്ന്. ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം എന്ന് പറയുന്നു ബോക്സ് നമ്പർ 27 പൊൻകുന്നത്ത് നിന്നും ബിന്ദു. താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. അപ്പോൾ ബോക്സ് നമ്പർ 27ൽ ഇന്ന് ഭാഗ്യമില്ല, പക്ഷേ ഇനി ഒരുപാട് ബോക്സസ് സ്റ്റിൽ നമുക്ക് ഓപ്പൺ ചെയ്യാനുണ്ട്. ഇതിൽ ചില ബോക്സുകളിൽ സ്വർണ്ണ നാണയം നിങ്ങളെ കാത്തിരിപ്പുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് TV സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക, കോൾ കണക്ട് ചെയ്യുക, ബോക്സ് ഓപ്പൺ ചെയ്യുക. ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ സ്വർണ്ണ നാണയം ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് സ്വന്തം. യെസ്, നെക്സ്റ്റ് കോളർ. ഹലോ, ഹലോ, ഹലോ. നമ്മുടെ കോളർ വന്നിട്ടുണ്ട്, പക്ഷെ മിണ്ടുന്നില്ല. ഹലോ, കേൾക്കുന്നില്ലേ? ഹലോ, യെസ്, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണ വർഷം ആരാണ്? വൈഗ ആണോ? ഒന്നുകൂടെ പറയോ മോളെ? ലിഖ. ഓക്കെ, എവിടുന്ന് വിളിക്കുന്നു ലിഖ? പാലക്കാട്. എന്തുണ്ട് വിശേഷം? മോളെ ഏത് ക്ലാസ്സിലായി? 6ാം ക്ലാസ്സില്. അമ്മയും അച്ഛനും ഒക്കെ എന്തിയേ? ഉണ്ടോ അവിടെ? ഉണ്ട്. ഓക്കെ, അപ്പോ ഒരു നമ്പർ പറഞ്ഞാട്ടെ, നമുക്ക് നോക്കാം ഇന്ന് ഭാഗ്യം അങ്ങോട്ട് എത്തുന്നുണ്ടോന്ന് പാലക്കാട്. 65. ബോക്സ് നമ്പർ 65 65 ആണ് ലിഖ മോള് സെലക്ട് ചെയ്തിരിക്കുന്നത്. ബോക്സ് നമ്പർ 65 നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണ വർഷത്തിൽ ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം എന്നാണ് ബോക്സ് നമ്പർ 65 പറയുന്നത്. ലിഖക്കുട്ടി, അപ്പോൾ ഒട്ടും ഡിസപ്പോയിന്റഡ് ആവണ്ട, വീണ്ടും വിളിക്കാവുന്നതാണ്, ശ്രമിക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഒരു ബ്യൂട്ടി, നമുക്ക് ഒരേ സമയത്ത് എന്താണ് പാലക്കാട് നിന്നും, കൊല്ലത്ത് നിന്നും, തിരുവനന്തപുരത്ത് നിന്നും, കൊച്ചിയിൽ നിന്നും, എല്ലാ ഭാഗങ്ങളിൽ നിന്നും കോൾസ് വരികയാണ് കേട്ടോ. നെക്സ്റ്റ് കോളർ റെഡി. ഹലോ, ഹലോ. പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണ വർഷം ആരാണ്? സജിയാണ്, പാലക്കാട് വടക്കന്തറയിൽ നിന്നാണ്.
പാലക്കാട് നിന്നുള്ള മൂന്നാമത്തെ കോളർ ആണെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ നമുക്കൊരു നമ്പറിലേക്ക് പോയാലോ? ആ ഓക്കെ. തെരഞ്ഞെടുത്തോളൂ. 16 50 അല്ല 16 16 നമ്പർ 16 ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. പാലക്കാട് നിന്നും സജിയാണ്. ബോക്സ് നമ്പർ 16 ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ബോക്സ് നമ്പർ 16-ൽ പാലക്കാടേക്കുള്ള ഭാഗ്യം. ഇപ്പം നല്ല ചൂടുകാലമാണ്. ആ ചൂടുകാലത്ത് സത്യത്തിൽ നമുക്ക് ഭയങ്കര സന്തോഷമാണ് ഒരു സമ്മാനം കിട്ടുകയാണെങ്കിൽ. ബോക്സ് നമ്പർ 16 ഗോൾഡ് കോയിൻ ഉണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. യെസ്, നോക്കട്ടെ. ബോക്സ് നമ്പർ 16 ഞാൻ ഓപ്പൺ ചെയ്യുകയാണ്. പാലക്കാടേക്ക് പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിന്റെ ഗോൾഡ് കോയിൻ ദാ എത്തുന്നു. ഹാർട്ടി കൺഗ്രാറ്റുലേഷൻസ്. യെസ്, അയച്ചു തരുവാണോ മാഡം? നമ്മൾ അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്യും. അങ്ങോട്ട് കൃത്യമായിട്ട് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ സ്വർണ്ണ നാണയം. അപ്പൊ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. നമ്പർ ഒന്നുകൂടി പറയട്ടെ. ഏത് നമ്പറാണ്? ഫോൺ നമ്പർ ആണോ? വേണ്ട, എല്ലാം നോട്ട് ചെയ്തിട്ടുണ്ട്. സജി ഫ്രം പാലക്കാട്. ഫോൺ നമ്പർ ഡീറ്റെയിൽസ് എല്ലാം നമ്മുടെ കയ്യിലുണ്ട്. പേടിക്കേണ്ട, സ്വർണ്ണ നാണയം അങ്ങോട്ട് എത്തിയിരിക്കും. ഓക്കെ, താങ്ക്സ് ഫോർ കോളിംഗ്. അപ്പോൾ 2 ഭാഗ്യശാലികൾക്ക് കിട്ടിക്കഴിഞ്ഞു കേട്ടോ. 2 പേർക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഇനി ഗോൾഡ് കോയിൻ നിങ്ങൾക്ക് കിട്ടിയേക്കാം. അടുത്ത കോളർ റെഡിയാണ്. യെസ്, ഹലോ. പറഞ്ഞോളൂ. പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷം ആരാണ്? എന്റെ പേര് ജയൻ. എവിടുന്ന് വിളിക്കുന്നു? ഞാൻ ഇവിടെ കിളിമാനൂർ ഊന്നങ്കല്ല്. ഓക്കെ. ഇന്ന് ഞായറാഴ്ച എന്താണ്, ഫ്രീ ആണോ അതോ? ഫ്രീ ആണ്. നമ്മുടെ പ്രോഗ്രാം സ്ഥിരം കാണാറുണ്ടോ? കാണാറുണ്ട്. ഓക്കെ. അപ്പോൾ കിളിമാനൂരാണ് നമ്മുടെ അടുത്ത കോളർ. യെസ്, നമുക്ക് നോക്കാം. നമ്പർ പറയാം. 47. ബോക്സ് നമ്പർ 47 ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഈ 47-ൽ കിളിമാനൂരേക്ക് സ്വർണ്ണ നാണയം എത്തുമോ എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. ബോക്സ് നമ്പർ 47 നമ്മൾ ഓപ്പൺ ചെയ്യുന്നു. യെസ്, സോറി, ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം എന്നാണ് പറയുന്നത്. ഡിസപ്പോയിന്റഡ് ആവണ്ട, വിളിക്കാം, വീണ്ടും ശ്രമിച്ചുകൊണ്ടേയിരിക്കാം. എന്താ പറയുക, ഇങ്ങനെ നമ്മൾ കണ്ടിന്യൂസ്ലി ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഭാഗ്യം നമ്മളെ തേടിയെത്തും. ഭാഗ്യം എന്നുള്ളത് ഇങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് പരിശ്രമിക്കുന്നവർക്ക് ഉള്ളതാണ്. അപ്പോൾ എല്ലാ ഭാഗത്തു നിന്നുള്ള കോളേഴ്സ് വന്നുകൊണ്ടേയിരിക്കുന്നതാണ്. അടുത്ത കോളർ വന്നു കഴിഞ്ഞു കേട്ടോ. ഹലോ. പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷം ആരാണ്? എന്റെ പേര് രാഹുൽ തേലക്കാട്ടെന്നാണ്. ഞാൻ തൃശ്ശൂർ ചേലക്കരന്ന് വിളിക്കുന്നത്. തൃശ്ശൂരിൽ നിന്നും ആരാണ്? രാഹുൽ തേലക്കാട്ട്. രാഹുൽ എന്നല്ലേ പറഞ്ഞേ? രാഹുൽ തേലക്കാട്ട്, തൃശ്ശൂർ ചേലക്കര. ഓക്കെ. രാഹുൽ, അവിടുത്തെ ടിവിയുടെ വോളിയം ഒന്ന് നന്നായിട്ട് മ്യൂട്ട് ചെയ്തിട്ട് ഒന്ന് ഫോണിൽ ശ്രദ്ധിച്ച് സംസാരിക്കാൻ. ഞാൻ പറയുന്ന ഡയലോഗൊക്കെ എനിക്ക് തിരിച്ചു കേൾക്കുന്നു. അപ്പോൾ ഒന്ന് കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് സംസാരിക്കാനായിട്ട് ഒന്ന് കുറയ്ക്കുക. രാഹുൽ, വേഗം നമ്പർ പറഞ്ഞോളൂ. നമ്പർ 11 to 70 ആണ്. അതിൽ അവൈലബിൾ ആയിട്ടുള്ള നമ്പേഴ്സ് സ്ക്രീനിൽ കാണാം. ടിവിയിൽ നോക്കിക്കോളൂ. വോളിയം കുറച്ചാൽ മതി, ബട്ട് ടിവിയിൽ നോക്കണം. ടിവിയിൽ നോക്കിയിട്ട് ബിറ്റ്വീൻ 11 and 17 കുറേ നമ്പേഴ്സ് ഇപ്പോഴും ഉണ്ട്. അത് സെലക്ട് ചെയ്യാം. 56 അല്ലേ? 56. നമ്പർ 56, 56 ആണ് രാഹുൽ സെലക്ട് ചെയ്തിരിക്കുന്നത്. നമ്പർ 56-ൽ ഭാഗ്യമുണ്ടോ എന്ന് നമുക്ക് നോക്കാം. പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിൽ നമ്പർ 56, ഇന്നത്തെ എപ്പിസോഡിൽ നമ്പർ 56-ൽ ഭാഗ്യമില്ല. പക്ഷേ തീർച്ചയായിട്ടും വീണ്ടും ശ്രമിക്കാവുന്നതാണ്. രാഹുൽ, താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. അപ്പോൾ തൃശ്ശൂർ നിന്നുമാണ് നമ്മുടെ ആ കോളർ വിളിച്ചത്. ബോക്സ് നമ്പർ 56 ആണ് ഓപ്പൺ ചെയ്തത്. അതിനകത്ത് തൽക്കാലം ഇന്ന് സ്വർണ്ണ നാണയമില്ല. എന്താ പറയുക, തൃശ്ശൂർ, എറണാകുളം, പാലക്കാട് ഒക്കെ ഇങ്ങനെ കോൾസ് വരുന്നു. അടുത്ത കോളർ റെഡിയാണ്. ഹലോ. യെസ്, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷം ആരാണ്? ജോയി ആണ്. കുറച്ച് മുമ്പ് വിളിച്ചു കിട്ടിയതാ. യെസ്. സ്ഥലം മറന്നുപോയി ഞാൻ. മണ്ണാർക്കാട് നിന്നും ജോയ്. അപ്പോൾ സെക്കൻഡ് ടൈം ജോയ് ആണ്. അപ്പോൾ ജോയ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. നമ്പർ പറഞ്ഞോളൂ. 57. ബോക്സ് നമ്പർ 57 ആണ് പറഞ്ഞിരിക്കുന്നത്. ബോക്സ് നമ്പർ 57 നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ബോക്സ് നമ്പർ 57. ജോയ് ചേട്ടൻ ഇന്നത്തെ എപ്പിസോഡിൽ 2ാമത് വിളിക്കുകയാണ് കേട്ടോ. അദ്ദേഹത്തിന് ഭാഗ്യം ഇന്ന്
എന്താണ് ഇന്നത്തെ എപ്പിസോഡിൽ തീർച്ചയായിട്ടും ഭാഗ്യമുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ബോക്സ് നമ്പർ 57-ൽ നിർഭാഗ്യവശാൽ ഇപ്പോഴും സ്വർണ്ണ നാണയമില്ല. വിഷമിക്കണ്ട കേട്ടോ ജോയി ചേട്ടാ, വീണ്ടും വിളിക്കാം. കീപ് ട്രൈയിങ്, എപ്പോഴും ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. അപ്പം തീർച്ചയായിട്ടും ഒരിക്കൽ സ്വർണം വീട്ടിലെത്തും. താങ്ക് യു ഫോർ കോളിംഗ്. നമ്മുടെ പ്രോഗ്രാം ഇങ്ങനെ പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 12:45 വരെ വാട്സാപ്പിലൂടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നമ്പർ നമ്മളെ അറിയിക്കാവുന്നതാണ്. വാട്സാപ്പിൽ കറക്റ്റ് നമ്പർ നിങ്ങൾ പറയുകയാണ്, അതിനകത്ത് സ്വർണ്ണ നാണയമുണ്ട് എങ്കിൽ അത് തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. കൂടാതെ നമ്മുടെ കോളേഴ്സിനും കൈ നിറയെ സ്വർണ്ണ നാണയങ്ങളാണ് കേട്ടോ. അതെ, ഇതിനകത്ത് എവിടേക്കോ സ്വർണ്ണ നാണയങ്ങളുണ്ട്. യെസ്, അടുത്ത കോളർ റെഡി. ഹലോ ഹലോ, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷം, പറഞ്ഞോളൂ, ആരാണ്? എവിടുന്ന് വിളിക്കുന്നു? ആലപ്പുഴ നിന്നും അഞ്ജന പഠിക്കുന്നു. എന്ത് ചെയ്യാണ്? ഹൗസ് വൈഫ് ആണ്. ഓക്കെ. അഞ്ജന, വീട്ടിൽ ആരൊക്കെയുണ്ട്? അമ്മ, അച്ഛൻ, ഹസ്ബൻഡ്, പിന്നെ കൂട്ടുകുടുംബമാണ് അല്ലേ? എല്ലാരും ഉണ്ട്. ഓക്കെ ഓക്കെ. അപ്പൊ അഞ്ജന, ഈ ഭാഗ്യ നമ്പറിൽ വിശ്വസിക്കുന്ന ആളാണോ? ചെറുതായിട്ടുണ്ട്. ലക്കി നമ്പർ എത്രയാണ് അഞ്ജനയുടെ? എല്ലാ നമ്പറും ലക്കിയാണ്. എല്ലാ നമ്പറും ലക്കിയാണ് അല്ലേ? ഓക്കെ. അപ്പൊ അഞ്ജന ഐശ്വര്യമായിട്ട് പറഞ്ഞോളൂ, അഞ്ജന പറയുന്ന നമ്പർ ഭാഗ്യം കൊണ്ടുവരുന്നു എന്ന് നമുക്ക് നോക്കി നോക്കാം. 22 ആണോ? 22 ആണ് പറഞ്ഞിരിക്കുന്നത്. നമ്പർ 22, 22 ആണ് അഞ്ജന സെലക്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് നോക്കാം. ആലപ്പുഴ നിന്നും അഞ്ജന നമ്പർ 22 ഭാഗ്യം എത്തുന്നോ ഉണ്ടോ എന്നുള്ളത്. ബോക്സ് നമ്പർ 22. ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം അഞ്ജന. ഓക്കെ. 22-ൽ ഇല്ല സ്വർണം എന്നുള്ളതേ ഉള്ളൂ, പക്ഷേ മറ്റേതൊക്കെയോ ബോക്സസിലുണ്ട്. നിരാശപ്പെടേണ്ട, വീണ്ടും വിളിക്കാം. ഓക്കെ. താങ്ക്സ് ഫോർ കോളിംഗ്. അപ്പോൾ അഞ്ജനയാണ് വിളിച്ചത്. ബോക്സ് നമ്പർ 22 ആണ് അഞ്ജന സെലക്ട് ചെയ്തത്. ഇനിയും ഒരുപാട് ബോക്സസ് അവശേഷിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വിളിച്ച് നിങ്ങളുടെ ഭാഗ്യ നമ്പർ നിങ്ങളിലേക്ക് സ്വർണം എത്തിക്കുന്നുണ്ടോ എന്നുള്ളതൊന്ന് പരീക്ഷിച്ച് നോക്കാം. അടുത്ത കോളർ. ഹലോ ഹലോ, സ്വാഗതം. പൂത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷം, ആരാണ്? ആതിര. എവിടുന്ന് വിളിക്കുന്നു? കോഴിക്കോട് നിന്നാണ്. എന്ത് ചെയ്യണു ആതിര? ഞാനിപ്പോ ഒരു 2-വീലറിന്റെ ഷോറൂമിൽ വർക്ക് ചെയ്യാണ്. ഓക്കെ. അപ്പൊ ആതിര ഐശ്വര്യമായിട്ട് ഈ ഞായറാഴ്ച ആതിരയ്ക്ക് ഭാഗ്യം എത്തുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. പറയാം ഒരു നമ്പർ. 41. ബോക്സ് നമ്പർ 41 യെല്ലോ ബോക്സ് ആണ്. ബോക്സ് നമ്പർ 41 ആതിരയ്ക്ക് ഭാഗ്യം കോഴിക്കോടേക്ക് എത്തിക്കുന്നുണ്ടോ ഈ ഞായറാഴ്ച എന്നുള്ളത് നമുക്ക് നോക്കാം. നോക്കട്ടെ. ബോക്സ് നമ്പർ 41 ഞാൻ ഓപ്പൺ ചെയ്യുകയാണ്. ബോക്സ് നമ്പർ 41. ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം പറയുന്നു ആതിര. ഓക്കെ. വീണ്ടും പരിശ്രമിക്കുക. നമുക്ക് തീർച്ചയായിട്ടും പൂത്തി സ്വർണ്ണമഹൽ സ്വർണ്ണ നാണയം വീട്ടിലെത്തുന്നതായിരിക്കും ഒരിക്കൽ. താങ്ക്സ് ഫോർ കോളിംഗ്. ആതിരയാണ് കോഴിക്കോട് നിന്നും വിളിച്ചത്. അടുത്ത കോളർ. ഹലോ പൂത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷം, ആരാണ്? എന്റെ പേര് അജി എന്നാണ്. എവിടുന്ന് വിളിക്കുന്നു? തിരുവല്ല. ഓക്കെ അജി, നമുക്ക് ഒരു നമ്പറിലേക്ക് വേഗം പോകാം. പറഞ്ഞോളൂ. 35. ബോക്സ് നമ്പർ 35 അജി ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് നോക്കാം 35-ാമത്തെ ബോക്സിൽ പൂത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിന്റെ ഗോൾഡ് കോയിൻ ഉണ്ടോ എന്നുള്ളത്. ബോക്സ് നമ്പർ 35. ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം പറയുന്നു അജി. വീണ്ടും വിളിക്കാം കേട്ടോ. താങ്ക്സ് ഫോർ കോളിംഗ്. ഇനിയും ഒരുപാട് ബോക്സസ് ഉണ്ട് കേട്ടോ. നമ്മൾ മാക്സിമം കോളിങ്ങനെ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് വിശേഷം ചോദിക്കണം എന്നൊക്കെ ഉണ്ട്, പക്ഷേ അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. കാരണം കൂടുതൽ വിശേഷം നമ്മൾ ചോദിക്കുമ്പോൾ ഒരു കോളറുടെ അവസരം പോലും പോകരുതല്ലോ. അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് TV സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഡയൽ ചെയ്ത് സ്വർണ്ണവർഷത്തിലേക്ക് വിളിക്കാവുന്നതാണ്. യെസ്, നെക്സ്റ്റ് കോളർ ഇസ് ഓൺലൈൻ. ഹലോ പൂത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷം, ആരാണ്? അഖിൽ. എവിടുന്ന് വിളിക്കുന്നു? തൃശ്ശൂർ. എന്ത് ചെയ്യുകയാണ് അഖിൽ? ഞാൻ ഗ്രാഫിക്സ് ഡിസൈനർ. ഓക്കെ. അപ്പോൾ ഗ്രാഫിക്സ് ഡിസൈനർ ആയിട്ടുള്ള അഖിലിന് ഇന്നത്തെ എപ്പിസോഡ് ഭാഗ്യം എത്തിക്കുമോ എന്ന് നമുക്ക് നോക്കാം. സെലക്ട് ചെയ്യാം ഒരു നമ്പർ. 38. ബോക്സ് നമ്പർ 38. അഗെയിൻ ഒരു ബ്ലൂ ബോക്സ് ആണ്. അഖിൽ എവിടുന്ന് വിളിച്ചു എന്നാണ് പറഞ്ഞത്? തൃശ്ശൂരാണ് അല്ലേ? അഖിൽ ബോക്സ് നമ്പർ 38 ആണ് സെലക്ട് ചെയ്തത്. അഖിൽ ഗ്രാഫിക് ഡിസൈനിങ് സ്വന്തമായിട്ട് ചെയ്യാണോ അതോ എവിടെയെങ്കിലും വർക്ക് ചെയ്യാണോ? അവിടെ തന്നെയാണോ? നാട്ടിൽ തന്നെയാണോ? വീട്ടിലാരൊക്കെ ഉണ്ട് അഖിലിനെ? അച്ഛൻ, അമ്മ, അനിയത്തിയുണ്ട്. അനിയത്തിയുണ്ട്. ഓക്കെ.
അപ്പോ അഖിൽ ബോക്സ് നമ്പർ 38 ആണല്ലോ തെരഞ്ഞെടുത്തത് അല്ലേ? അതെ. നോക്കട്ടെ ഞാന്. ഓക്കെ. ബോക്സ് നമ്പർ 38 ഞാൻ ഓപ്പൺ ചെയ്യാണ്. പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിന്റെ ഗോൾഡ് കോയിൻ അഖിലിന് ലഭിച്ചിരിക്കുന്നു. കൺഗ്രാറ്റുലേഷൻ. ഓക്കെ അഖിൽ, താങ്ക് യു. ഒരുപാട് സന്തോഷം കേട്ടോ. നമുക്കിങ്ങനെ എന്താ പറയാ, സ്വർണം എന്ന് പറയുന്നത് ഐശ്വര്യമാണ്, സ്നേഹമാണ്. നമ്മുടെ സ്നേഹം എന്താണ് നമ്മുടെ പ്രിയപ്പെട്ട കോളേഴ്സിന് തരുന്നു. എന്താ പറയുക, എല്ലാവരോടും സ്നേഹമുണ്ട്, പക്ഷെ ചില കോളേഴ്സിനോട് ഒരല്പം കൂടുതൽ സ്നേഹം എന്നല്ല, ഭാഗ്യം കൂടി ഉള്ളതുകൊണ്ട് അത് കിട്ടുകയാണ്. അപ്പം നമ്മുടെ സമയം 12:45 വാട്സാപ്പിൽ മെസ്സേജ് അയക്കുന്നവരോട് നിങ്ങളുടെ ടൈം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇനി വാട്സാപ്പ് നമ്പർ അയച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്കത് കൺസിഡർ ചെയ്യാൻ സാധിക്കില്ല. പക്ഷെ കോളേഴ്സിന് തുടർന്നും വിളിക്കാം. അപ്പോൾ ബോക്സ് നമ്പർ 38 സെലക്ട് ചെയ്ത് അഖിൽ വിന്നർ ആയിരിക്കുകയാണ്. വൺസ് അഗൈൻ കൺഗ്രാറ്റുലേഷൻസ് പറഞ്ഞുകൊണ്ട് ഒരു ക്വിക്ക് ബ്രേക്കിലേക്ക് പോയിട്ട് തിരിച്ചു വരാം. പെൺകുട്ടികളുള്ള വീട്ടിൽ ആനന്ദത്തിന് കുറവേയില്ല. അവിടെ എപ്പോഴും ചിരിയും സന്തോഷവും അലയടിക്കും. ഞാനും 3 പെൺകുട്ടികളുടെ അച്ഛനാണ്. അവർ പലതരത്തിലുള്ള ആഭരണങ്ങൾ അണിഞ്ഞ് ആഹ്ലാദിക്കുമ്പോൾ എന്റെ മനസ്സും നിറയും. ഇപ്പോൾ ഞാൻ ആ അച്ഛൻ മാത്രമല്ല, തിരുവനന്തപുരത്തെ പോത്തി സ്വർണ്ണമഹലിന്റെ ഉടമയായിട്ടാണ് ഇത് പറയുന്നത്. ഇവിടെ ഞങ്ങൾ നിങ്ങൾക്കായി നൽകുന്നു ബ്യൂട്ടിഫുൾ ഡിസൈൻസ്, പ്യുവർ ക്വാളിറ്റി, റീസണബിൾ പ്രൈസ്. ഈ ആഹ്ലാദവും ഐശ്വര്യവും നിങ്ങളുടെ വീട്ടിലേക്കും കൊണ്ടുപോകൂ. പോത്തി സ്വർണ്ണമഹൽ, സമൃദ്ധിയുടെ പരിപൂർണത. വെൽക്കം ബാക്ക് ടു പോത്തീസ് സ്വർണ്ണമഹൽ സ്വർണ്ണവർഷം വൺസ് അഗൈൻ. അങ്ങനെ ഐശ്വര്യമായിട്ട് 3 ഭാഗ്യശാലികളെ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇനിയും സ്വർണ്ണ നാണയം ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനി 4-മതോ 5-മതോ ഒക്കെ ആരെങ്കിലും വിന്നേഴ്സ് ആവുന്നുണ്ടോ ഇന്നത്തെ എപ്പിസോഡിൽ നിന്ന് അറിയാൻ ഞങ്ങൾക്കും വളരെ ആകാംക്ഷയുണ്ട്. അടുത്ത കോളർ റെഡിയാണ്. ഹലോ ഹലോ പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷം, ആരാണ്? ഞാൻ അംബികയാണ്. എവിടുന്ന് വിളിക്കുന്നു? പാലക്കാട്. പാലക്കാട് നിന്നും അംബിക. ചേച്ചി വർക്ക് ചെയ്യാണോ, ഹൗസ് വൈഫ് ആണോ? ഞാൻ വീട്ടമ്മയാണ്. വീട്ടമ്മയാണ്. വീട്ടിൽ ആരൊക്കെയുണ്ട്? ഹസ്ബൻഡ് ഉണ്ട്, മക്കളുടെ കല്യാണം കഴിഞ്ഞു. വലിയ മക്കളായി, കല്യാണം കഴിഞ്ഞു. അവിടെ പാലക്കാട് തന്നെയാണോ കല്യാണം കഴിച്ചേ? അതെ അതെ ആണ്. ഓക്കെ. അപ്പൊ അംബിക ചേച്ചി, ഇന്നത്തെ ഞായറാഴ്ച ഐശ്വര്യമുള്ള സന്തോഷം നിറഞ്ഞ ഒരു ഞായറാഴ്ച ആവട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരു നമ്പർ പറയാമോ? നോക്കാം നമുക്ക്. 11. ആദ്യത്തെ നമ്പർ തന്നെ അല്ലേ? ഫസ്റ്റ് ബോക്സ് ആണ് ചേച്ചി സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ബോക്സ് നമ്പർ 11 ഭാഗ്യം കൊണ്ടുവരുന്നു അംബിക ചേച്ചിക്ക് പാലക്കാടേക്ക് എന്ന് നമുക്ക് ഒന്ന് നോക്കാം. ഈ ഞായറാഴ്ച എന്താ പറയുക, ഈ മണിക്കൂർ ഭാഗ്യത്തിൻ്റെതാണോ നോക്കാം. ബോക്സ് നമ്പർ 11 ഞാൻ ഓപ്പൺ ചെയ്യുന്നു. ചേച്ചി ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം എന്നാണ് പറയുന്നത്. അംബിക ചേച്ചിക്ക് പാലക്കാടേക്ക് ഇന്ന് നമ്പർ 11 എന്താണ് ഭാഗ്യം എത്തിക്കുന്നില്ല. നിരാശപ്പെടേണ്ട, വീണ്ടും പരിശ്രമിക്കാവുന്നതാണ് കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. ഈ ഞായറാഴ്ച എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ വളരെ വിലപ്പെട്ട ഒരു ഞായറാഴ്ചയാണ്. കാരണം വർക്ക് ചെയ്യുന്നവരെയൊക്കെ സംബന്ധിച്ച് ആ ഒരു വീക്കെൻഡ് എന്ന് പറയുന്നത് ഫാമിലിയോടൊപ്പം സ്പെൻഡ് ചെയ്യുന്ന സമയമാണ് മിക്കവാറും. അപ്പോൾ ആ കുടുംബത്തോടൊപ്പമാണ് നിങ്ങളിൽ പലരും ഈ സ്വർണ്ണവർഷം കാണുന്നത് എന്നുള്ളത് കൂടുതൽ സന്തോഷം പകരുന്നു. അടുത്ത കോളർ. ഹലോ ഹലോ. യെസ്, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷം, ആരാണ്? ധനലക്ഷ്മി. എവിടുത്തെ വിളിക്കുന്നു? തിരുവനന്തപുരം. ഓക്കെ. ധനലക്ഷ്മി സ്ഥിരം കോളർ ആണെന്ന് തോന്നുന്നു അല്ലേ പരിപാടിയുടെ? അല്ലേ? ഞാൻ മുമ്പ് എപ്പോഴേക്കോ ചെയ്തപ്പോൾ ധനലക്ഷ്മി വിളിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. ഓക്കെ ധനലക്ഷ്മി, ഇതാ ഒരുപാട് ബോക്സസ് കാത്തിരിപ്പുണ്ട്. കുറച്ച് ബോക്സസ് ഒക്കെ പോയി, പക്ഷെ എന്നാലും ഭാഗ്യമുണ്ട്. നമുക്ക് നോക്കാം ഇന്ന് ധനലക്ഷ്മിക്ക് തിരുവനന്തപുരത്ത് ഭാഗ്യം എത്തുന്നോ എന്നുള്ളത്. ബോക്സ് കാണാമോ സ്ക്രീനിൽ? ഞാനിപ്പം ടിവിയുടെ മുന്നിലല്ല. അല്ല, അപ്പൊ എങ്ങനെ നമ്പർ സെലക്ട് ചെയ്യും? ഞാൻ ഏകദേശം കൊറേയൊക്കെ കണ്ടു. അപ്പൊ ഞാൻ പറയുന്ന നമ്പറാണ് ഉണ്ടെങ്കിൽ തുറക്കാം. ഓ ഓക്കെ, പറഞ്ഞോളൂ. എന്റെ മോള് സെലക്ട് ചെയ്ത് തന്നതാണ്. 67. ബോക്സ് നമ്പർ 67 ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്.
ധനലക്ഷ്മി നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ ഒരു സ്ഥിരം വ്യൂവറുമാണ്, കോളറുമാണ്. ബോക്സ് നമ്പർ 67 ഓപ്പൺ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ധനലക്ഷ്മിയുടെ നിർദ്ദേശപ്രകാരം ആ ബോക്സ് തുറക്കുകയാണ് കേട്ടോ. ബോക്സ് നമ്പർ 67 പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ ബോക്സ് നമ്പർ 67 സോറി എന്ന് പറയുന്നു ധനലക്ഷ്മി. ഓക്കെ, സാരല്ല. ഓക്കെ, സാരമില്ല. യെസ്, ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം. ഒരു കാര്യം ചോദിക്കട്ടെ ധനലക്ഷ്മി, എപ്പോഴേലും കിട്ടിയിട്ടുണ്ടോ കോയിൻ? കിട്ടി. ഓക്കെ. അപ്പൊ എന്തായാലും സന്തോഷം. ഇനിയും ഗോൾഡ് കോയിൻ കിട്ടട്ടെ. വീണ്ടും വിളിക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു. അപ്പൊ നമ്മുടെ സ്ഥിരം വ്യൂവറും കോളറും ഒക്കെ ആയിട്ടുള്ള ധനലക്ഷ്മി ഇതിനു മുമ്പ് ഗോൾഡ് കോയിൻ കിട്ടിയിട്ടുള്ള ഒരാളുമാണ്. അപ്പോൾ വീണ്ടും ധനലക്ഷ്മി ഭാഗ്യം പരീക്ഷിക്കാനായിട്ട് വിളിച്ചതാണ്. ബോക്സ് നമ്പർ 67 ആയിരുന്നു സെലക്ട് ചെയ്തത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത കോളർ. ഹലോ 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 പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷം. കോളർ ഡ്രോപ്പായി പോയി, ഒന്നും തിരിച്ച് റെസ്പോണ്ട് ചെയ്യുന്നില്ല. കോള് വന്ന് കണക്റ്റ് ആയതാണ്, കട്ടായി പോയതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക, വീണ്ടും പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് ഇന്നത്തെ എപ്പിസോഡിൽ തന്നെ വിളിച്ച് ശ്രമിക്കാവുന്നതാണ്. ഇതിൽ ചില ബോക്സിൽ സ്വർണ്ണ നാണയം നിങ്ങളെ കാത്തിരിപ്പുണ്ട്. ഇന്നത്തെ എപ്പിസോഡിൽ ഓൾറെഡി ഒരു 3 പേരോളം ഭാഗ്യശാലികളായി കഴിഞ്ഞിരിക്കുകയാണ്. അടുത്ത കോളർ റെഡി, ഭാഗ്യം തേടി എത്തുന്നു നമുക്ക് പരിശോധിക്കാം. ഹലോ യെസ്, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷം. ആരാണ്? നേരത്തെ വിളിച്ചായിരുന്നു മായ. എവിടുന്നായിരുന്നു? ചവറ തെക്കും ഭാഗം. യെസ്, ചവറ തെക്കും ഭാഗത്ത് നിന്ന് മായ രണ്ടാമത് വീണ്ടും ഇന്നത്തെ എപ്പിസോഡിൽ വിളിക്കുകയാണ്. ഒരു നമ്പർ പറഞ്ഞാട്ടെ, നമുക്ക് നോക്കാം ഭാഗ്യം ഉണ്ടോ എന്ന്. എത്രയായിരുന്നു? 29. ബോക്സ് നമ്പർ 29 ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. മായ ഫ്രം ചവറ തെക്കും ഭാഗം. ഞാൻ ഒട്ടും സമയം കളയുന്നില്ല, വേഗം ബോക്സ് ഓപ്പൺ ചെയ്യാണ്. ബോക്സ് നമ്പർ 29 ഭാഗ്യമുണ്ടോ എന്ന് നമുക്ക് നോക്കാം. മായ, വീണ്ടും ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ വളരെ സന്തോഷം. ഈ സ്പോർട്സ്മാൻ സ്പിരിറ്റ് ആണ് ഈ ഗെയിമിന്റെ ഒരു ഫ്രഷ്നെസ് എന്ന് പറയുന്നത്, സന്തോഷം എന്ന് പറയുന്നത്. വീണ്ടും വിളിക്കാം. നെക്സ്റ്റ് കോളർ. ഹലോ പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷം. ആരാണ്? എവിടുന്ന് വിളിക്കുന്നു? രഞ്ജിത്ത്. എന്ത് ചെയ്യാണ് രഞ്ജിത്ത്? കോളേജിൽ എന്ത് ചെയ്യുന്നു? ഓഫീസിലാണ് ജോലി ചെയ്യുന്നത്. അപ്പൊ രഞ്ജിത്ത് പറഞ്ഞോളൂ, ഒരു നമ്പർ ഐശ്വര്യമായിട്ട് ഓപ്പൺ ചെയ്യാം നമുക്ക്. 59 അല്ലേ? ബോക്സ് നമ്പർ 59 59 ആണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. നമുക്ക് നോക്കാം 59ൽ രഞ്ജിത്തിന് ഭാഗ്യം ഇന്നുണ്ടോ എന്നുള്ളത്. ബോക്സ് നമ്പർ 59 സേസ് ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം രഞ്ജിത്ത്. ഓക്കെ, രഞ്ജിത്ത് പോയോ? ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം പറഞ്ഞപ്പോൾ തന്നെ പോയോന്ന് തോന്നുന്നു. ഹലോ യെസ് രഞ്ജിത്ത്, അപ്പോൾ നിരാശപ്പെടേണ്ട, വീണ്ടും വിളിക്കാം. ബോക്സ് നമ്പർ 59ൽ തൽക്കാലം കോയിൻ ഇല്ല, പക്ഷെ മറ്റ് ബോക്സസിൽ ഉണ്ട്. നെക്സ്റ്റ് കോളർ ഇസ് ഓൺലൈൻ. ഹലോ പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷം. പറയൂ, ആരാണ്? അർച്ചന. എവിടുന്നാണ് അർച്ചന? ഓക്കെ, അർച്ചന എന്ത് ചെയ്യാണ്? വർക്ക് ചെയ്യുന്നോ? ഹൗസ് വൈഫ് ആണ് അർച്ചന. അർച്ചന വേഗം ഒരു നമ്പർ പറഞ്ഞോളൂ, നമുക്ക് നോക്കാം. കണ്ടോ? ബോക്സ് കണ്ടോ? കണ്ടു പറയാവേ. 34. ബോക്സ് നമ്പർ 34, ബ്ലൂ ബോക്സ് 34 ആണ് സെലക്ട് ചെയ്തേക്കുന്നത്. അപ്പൊ 34ൽ ഭാഗ്യമുണ്ടോ എന്നുള്ളത് നോക്കാം. അർച്ചനയ്ക്കാണ്. അർച്ചന നോക്കട്ടെ. റെഡി, ഞാൻ ഓപ്പൺ ചെയ്യാണ്. ബോക്സ് നമ്പർ 34 സേസ് ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം അർച്ചന. ഡോണ്ട് ഗെറ്റ് ഡിസപ്പോയിന്റഡ്. വീണ്ടും വിളിക്കുക. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. അർച്ചനയാണ് വിളിച്ചത്. അർച്ചന ബോക്സ് നമ്പർ 34 ആണ് സെലക്ട് ചെയ്തത്. ഇനിയും ഏതൊക്കെയോ ബോക്സിൽ ഉണ്ട് കേട്ടോ ഭാഗ്യം. അടുത്ത കോളറിന് കിട്ടട്ടെ എന്ന് വിഷ് ചെയ്തുകൊണ്ട് നമുക്ക് അറ്റൻഡ് ചെയ്യാം. ഹലോ പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷം. പറയൂ, ആരാണ്? വസന്ത. എവിടുന്ന് വിളിക്കുന്നു ചേച്ചി? കോഴിക്കോട്. ഓക്കെ, അവിടെ ഒരു വാവയുടെ കരച്ചില് കേട്ടല്ലോ, അത് ആരുടെയാ? മോളകുട്ടി. കുഞ്ഞു വാവയാണ്. എത്ര വയസ്സായി? 2 വയസ്സാകുന്നേ. ഓക്കെ. എന്താ വാവയുടെ പേരെന്താ ചേച്ചി? അഭിനവ്.
ഓക്കെ, അഭിനവ് കുട്ടൻ അപ്പോൾ ഇന്ന് എന്താണ് ഒരു സ്വർണ്ണ നാണയം ഗിഫ്റ്റ് ആയിട്ട് കിട്ടുന്നോ എന്നുള്ളത് നമുക്ക് നോക്കാം. വസന്ത ചേച്ചി ഒരു നമ്പർ പറഞ്ഞോളൂ. 23. 23. അപ്പോൾ വസന്ത ചേച്ചി നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലെ എന്താണ് ലാസ്റ്റ് കോളർ ആയിരിക്കും. വസന്ത ചേച്ചി 24 അല്ലേ പറഞ്ഞത്? 23. യെസ്, ബോക്സ് നമ്പർ 23 ആണ് ചേച്ചി പറഞ്ഞത്. വസന്ത ചേച്ചി നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ബോക്സ് നമ്പർ 23. ചേച്ചി സോറി, ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം എന്ന് പറയുന്നു. നമ്മുടെ ലാസ്റ്റ് കോളർ ആയിരുന്നു. അപ്പോൾ നമ്മുടെ സമയം ഇന്ന് ഏകദേശം പൂർണ്ണമായിരിക്കുകയാണ്. താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നിങ്ങൾക്കറിയാം വാട്സപ്പിലൂടെയും നമ്മൾ നമ്പേഴ്സ് എടുക്കുന്നുണ്ട്. പക്ഷേ ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് കിട്ടിയിട്ടുള്ള മെസ്സേജസിലൊന്നും തന്നെ എന്താണ് വിന്നറിനെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ഏതായാലും ഒരുപാട് ബോക്സസ് എന്താണ് ക്ലോസ് ചെയ്തു, ഒരുപാട് കോൾസ് അറ്റൻഡ് ചെയ്യാൻ സാധിച്ചു. ഒരുപാട് സന്തോഷം. അപ്പോൾ എന്തായാലും 3 പേർക്കാണ് സ്വർണ്ണ നാണയം കോളിലൂടെ സമ്മാനമായിട്ട് നമ്മൾ എന്താണ് നൽകുന്നത്, ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാ വിന്നേഴ്സിനും ഒരിക്കൽ കൂടി ഹാർട്ടി കൺഗ്രാറ്റുലേഷൻസ്. പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഗെയിം ഷോ ഇന്ന് ഇവിടെ പൂർണ്ണമാകുന്നു. ഗുഡ് ബൈ. പെൺകുട്ടികളുള്ള വീട്ടിൽ ആനന്ദത്തിന് കുറവേയില്ല. അവിടെ എപ്പോഴും ചിരിയും സന്തോഷവും അലയടിക്കും. ഞാനും 3 പെൺകുട്ടികളുടെ അച്ഛനാണ്. അവർ പലതരത്തിലുള്ള ആഭരണങ്ങൾ അണിഞ്ഞ് ആഹ്ലാദിക്കുമ്പോൾ എന്റെ മനസ്സും നിറയും. ഇപ്പോൾ ഞാൻ ആ അച്ഛൻ മാത്രമല്ല, തിരുവനന്തപുരത്തെ പോത്തി സ്വർണ്ണമഹലിന്റെ ഉടമയായിട്ടാണ് ഇത് പറയുന്നത്. ഇവിടെ ഞങ്ങൾ നിങ്ങൾക്കായി നൽകുന്നു ബ്യൂട്ടിഫുൾ ഡിസൈൻസ്, പ്യുവർ ക്വാളിറ്റി, റീസണബിൾ പ്രൈസ്. ഈ ആഹ്ലാദവും ഐശ്വര്യവും നിങ്ങളുടെ വീട്ടിലേക്കും കൊണ്ടുപോകൂ. പോത്തി സ്വർണ്ണമഹൽ, സമൃദ്ധിയുടെ പരിപൂർണത. പോത്തീസ് സ്വർണ്ണമഹൽ സ്വർണ്ണവർഷം brought to you by പോത്തി സ്വർണ്ണമഹൽ, സമൃദ്ധിയുടെ പരിപൂർണത.